السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، واشهد أن لا إله إلا الله وحده لا شريك له، واشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണ് ഈ ദർസുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർക്കിടയിൽ ചില ബാധ്യതകൾ ആരംഭിക്കുന്നു. അവർക്ക് തമ്മിൽ പരസ്പരം അവകാശങ്ങൾ അതോടുകൂടി വകവച്ച് നൽകപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം തിരിച്ചറിയുകയും അവ ശരിയായ രൂപത്തിൽ നൽകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് വൈവാഹിക ബന്ധം ഇസ്ലാമികമായി ശരീഅ മാർഗത്തിലാകുന്നത്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് എന്ന് അവർ തിരിച്ചറിയുകയും ഭർത്താവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതേ കാര്യം ഭർത്താവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. വലഹുന്ന, സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട്. എങ്ങനെയാണ് അവകാശമുള്ളത്? മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്ക് മേൽ ബാധ്യതകളുള്ളതുപോലെ സ്ത്രീകൾക്ക് മേൽ ഭർത്താവിനോട് പാലിച്ചിരിക്കേണ്ട ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് ഭർത്താവിൻ്റെ മേൽ അവകാശങ്ങളുമുണ്ട്. രണ്ടുപേർക്കും ഈ കാര്യത്തിൽ പരസ്പര ബാധ്യതകളുണ്ട് എന്ന് ചുരുക്കം. ചില ആളുകൾ ചിലപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് അധികരിച്ച് ഭർത്താവിന് യാതൊരു അവകാശവും ഇല്ലാത്ത, വെറും പണം കൊണ്ടുവരാനുള്ള ഒരു മാർഗം മാത്രമാണ് ഭർത്താവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. വേറെ ചില ആളുകൾ നേരെ തിരിച്ച് പുരുഷന് മാത്രമാണ് അവകാശങ്ങളുള്ളത് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും എത്തും. ഇത് രണ്ടും തെറ്റാണ്. ഈ ആയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലഹുന്ന മിൻ ഹുസ്നി സ്വഹ്ബതി വൽ ഇശ്റതി ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് അവരോട് ഭർത്താവ് നല്ല രീതിയിൽ പെരുമാറണമെന്നത് അവകാശമായി ഉണ്ട്. അതുപോലെ തന്നെ വൽ ഇശ്റ ബിൽ മഅറൂഫ്, നന്മയിൽ, നല്ല രൂപത്തിൽ, നല്ല വിധത്തിൽ അവരുമായി ദാമ്പത്യബന്ധം കാത്തു സൂക്ഷിക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനാണ് എന്നത് സ്ത്രീകൾക്കുള്ള അവകാശമാണ്. മിസ്ലുല്ലദി അലൈഹിന്ന മിന ത്വാഅതി ഫീമ ഔജബഹു അലൈഹിന്ന ലിഅസ്വാജിഹിന്ന, ഏതുപോലെ തങ്ങളുടെ ഭർത്താക്കന്മാരോട് അവർ പാലിക്കേണ്ട ചില ബാധ്യതകൾ ഉള്ളതുപോലെ ഭർത്താവിനെ അവർ അനുസരിക്കുക എന്നത് ബാധ്യതയാണെന്നതുപോലെ സ്ത്രീകളോട് നല്ല രൂപത്തിൽ ദാമ്പത്യബന്ധം പുലർത്തുക എന്നത്, അവരോട് മര്യാദ കാത്തു സൂക്ഷിക്കുക എന്നത്, നന്മയിൽ വർത്തിക്കുക എന്നത് പുരുഷൻ്റെ മേൽ ബാധ്യതയാണ്. ഇബ്നു സൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായൊരു വാക്ക് പറഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു, തത്തഖൂനല്ലാഹ ഫീഹിന്ന കമാ അലൈഹിന്ന അൻ യത്തഖീനല്ലാഹ ഫീക്കും, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ അവർ സൂക്ഷിക്കേണ്ടതുള്ളതുപോലെ, അതായത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എത്ര കൃത്യമായ വാക്കാണ്. ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധത്തിൽ രണ്ടുപേരും അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതാണ് ഇതിൻ്റെ അടിത്തറ. ഇസ്ലാമിക വിവാഹ ബന്ധത്തിൻ്റെ അടിത്തറ എന്നാൽ രണ്ടുപേരും തമ്മിലുള്ള ബാധ്യതകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് അതിൻ്റെ അടിത്തറ, അതിൻ്റെ അടിസ്ഥാനം അതാണ്. ഷെയ്ഖ് നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്ത്
വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, وللنساء على بعولتهن من الحقوق واللوازم مثل الذي عليهن لأزواجهن من الحقوق اللازمة والمستحبة. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവകാശങ്ങളുണ്ട്, ഏതുപോലെ പുരുഷന് അവരോട് ബാധ്യതകൾ അവരുടെ മേൽ അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് എന്ന. മഅറൂഫ് ഖുർആനിൽ പലയിടത്തും പ്രയോഗിച്ച വാക്കാണ് മഅറൂഫ്. വഅമുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. മഅറൂഫ് എന്നത് ഖുർആനിൽ പലയിടത്തും പ്രയോഗിച്ച വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് സ്ത്രീകളോട് പെരുമാറുമ്പോൾ മഅറൂഫിൽ പെരുമാറണമെന്നാണ്. സഅദി അദ്ദേഹം പറഞ്ഞു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മഅറൂഫ് ഉണ്ടായിരിക്കും. എന്താണ് മഅറൂഫ്? അദ്ദേഹം പറഞ്ഞു, വഹിയൽ ആദത്തുൽ ജാരിയതു ഫീ ദാലിക്കൽ ബലദ് വദാലിക സമാൻ മിൻ മിസ്ലിഹാ ലിമിസ്ലിഹി. ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നന്മയായി ഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് മഅറൂഫ്. ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാര്യയോട് നന്മയിൽ വർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം ഏതാണോ അതാണ് മഅറൂഫ്. ഒരു ഭർത്താവിനോട് പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം, ഒരു നല്ല ഭാര്യയുടെ സ്വഭാവം എന്താണ്, പൊതുവെ മുസ്ലിങ്ങളായ സാലിഹീങ്ങളായ സ്ത്രീകൾക്കിടയിൽ അവർ നന്മയായി കാണുന്നത് എന്താണോ, അവർക്കിടയിൽ നന്മയായി അറിയപ്പെടുന്നത് എന്താണോ അതാണ് മഅറൂഫ്. അതാണ് മഅറൂഫ്, അതാണ് നന്മ എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന് സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന അറബ് രാജ്യങ്ങളിലോ മറ്റോ ഒരാൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതായിരിക്കില്ല ഒരു ദരിദ്ര രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൊടുക്കേണ്ടത്. ഒരാൾ പറയാൻ വലിയ സമ്പത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ എന്താണ് എനിക്ക് തരാത്തത് എന്ന് അവൾക്ക് ചോദിക്കാൻ അവകാശമില്ല. ഇതുപോലെ തന്നെ തിരിച്ചും ഓരോ നാട്ടിലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നന്മയായി പരിഗണിക്കപ്പെടുന്ന പൊതുവെ സാലിഹീങ്ങളായ ആളുകൾ നന്മയായി കാണുന്നത് എന്താണോ ആ നന്മ നൽകാൻ അവരെല്ലാം പരസ്പരം ബാധ്യസ്ഥരാണ്. സഹോദരങ്ങളെ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബാധ്യതകളുണ്ട്, ഭർത്താവിന് ഭാര്യയോട് ബാധ്യതകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദമായി നമുക്ക് പറയാനുണ്ട്. എന്നാൽ രണ്ടു പേർക്കും പരസ്പരമുള്ള പൊതുവായ ചില ബാധ്യതകളുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയ്ക്കും ഉണ്ടാകേണ്ട പൊതുവായ ബാധ്യതകളാണ്. രണ്ടുപേർക്ക് തുല്യമാണ്. ആ കാര്യങ്ങൾ ചിലത് വിശദീകരിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വേണ്ട തുടക്കത്തിൽ പാലിച്ചിരിക്കേണ്ട കാര്യം അമാനത്ത് എന്നതാണ്. ഉത്തരവാദിത്തമുണ്ടാകുക. നിന്നെ ഏൽപ്പിച്ച ബാധ്യത നിറവേറ്റണമെന്ന ഉത്തരവാദിത്ത ബോധം നിനക്കുണ്ടായിരിക്കുക. ദാമ്പത്യ ബന്ധത്തിൽ അമാനത്ത് എന്നത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. കാരണം സഹോദരങ്ങളെ, നിനക്കിന്നുവരെ പരിചയമില്ലാത്ത ഒരു സ്ത്രീ നിൻ്റെ രഹസ്യമറിയുന്ന, നിൻ്റെ രാത്രിയും പകലും എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള, നിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്നുവരെ അവൾക്ക് നിന്നെ പരിചയമല്ല, നിനക്ക് അവളെയും പരിചയമില്ല. ഇന്നത്തോടുകൂടി അവളുടെ രഹസ്യങ്ങൾ നിൻ്റേതാണ്, നിൻ്റെ രഹസ്യങ്ങൾ അവളുടേതാണ്. ഇത് വലിയ അമാനത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലാഹ് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ എന്നാണ്. നിങ്ങൾ വിവാഹം കഴിക്കുന്ന വേളയിൽ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നത് മീസാഖൻ ഗലീദ, വളരെ ഗുരുതരമായ, വളരെ പ്രധാനപ്പെട്ട, അങ്ങേയറ്റം അപകടകരമായ, തെറ്റിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു മീസാഖാണ്. മീസാഖ് എന്ന വാക്ക് തന്നെ ഗൗരവപ്പെട്ട കരാറുകൾക്ക് പ്രയോഗിക്കുന്ന വാക്കാണ്. ഗലീദ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഗൗരവപ്പെട്ടതാണ്. ഗൗരവത്തിൻ്റെ മേൽ ഗൗരവമുള്ള ഒരു കരാറാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഭാര്യമാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അത് ആ കരാറിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അമാനത്ത് നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജത്തുൽ വദാഇൽ നടത്തിയ സംസാരത്തിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ. അവിടുന്ന് പറഞ്ഞു ഫത്തഖുല്ലാഹ ഫിന്നിസാ, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക.
ഫഇന്നകും അഖസ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ അമാനത്തിനു മുകളിലാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നതാണ്. അള്ളാഹു നൽകിയ കരാറിലാണ് നിങ്ങൾ അവരെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്ന കരാർ ഗുരുതരമാണ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ വാക്കിനുമേലാണ് അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവരുമായി ബന്ധത്തിലേർപ്പെടുക എന്നത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. വഇന്ന ലക്കും അലൈഹിന്ന അല്ല യൂതിഅന ഫുറുഷക്കും അഹദൻ തക്റഹൂനഹു, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാളോടും അവർ സംസാരിക്കരുത് എന്നത് നിങ്ങൾക്ക് അവരുടെ മേലുള്ള അവകാശമാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ അവർ അന്യപുരുഷന്മാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. സംശയത്തിനോ മറ്റോ ഇട നൽകാത്ത സ്ഥലങ്ങളിൽ വെച്ച് അവർ സംസാരിക്കും, വർത്തമാനം പറയുമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരാളോട് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരോട് സംസാരിക്കാതിരിക്കുക എന്നത് നിങ്ങളുടെ അനുവാദമില്ലാതെ അവരുമായി വർത്തമാനം പറയുക എന്നത് പാടില്ല, എന്നത് അവർക്കുമേൽ നിങ്ങൾക്കുള്ള അവകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അമാനത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ഉത്തരവാദിത്തമാണ്. ഇതൊരു തമാശയല്ല, ഇതൊരു കളിക്കാൻ പറ്റിയ കാര്യമല്ല. ഭാര്യയുമായുള്ള അതിക്രമങ്ങളാകട്ടെ, ഭർത്താവിനോടുള്ള അന്യായങ്ങളാകട്ടെ ഒരു നിസ്സാരമായ കാര്യമല്ല. ഇത് രണ്ടിലും ഗുരുതരമായ താക്കീതുകൾ വന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിൻ്റെ മുൻപുള്ള സന്ദർഭങ്ങളിൽ വരെ പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഇന്നി ഉഹർരിജു ഹഖ്ഖ ദഈഫൈൻ, രണ്ട് ദുർബലരായ ആളുകളുടെ കാര്യം, അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊന്ന് ഭാര്യമാരാണ്, ദുർബലരാണ്. ഭർത്താവിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്ന ഹദീസുകൾ നോക്കിയാൽ അത്ര കഠിനമായ ഹദീസുകളാണ്. അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അർഹതയുണ്ടാകുമായിരുന്നെങ്കിൽ ഭർത്താവിന് മുൻപിൽ ഭാര്യയ്ക്ക് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടാകുമായിരുന്നു. തമ്മിലുള്ള ബാധ്യത അങ്ങേയറ്റം വലുതാണ്. ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഒരു അന്യായം ചെയ്താൽ അള്ളാഹുവിൻ്റെ അരികിൽ പരലോകത്തേക്ക് ഇത് ബാക്കി വെപ്പിക്കാതിരിക്കുക. ഭർത്താവിനോടാണ് ചെയ്തതെങ്കിൽ ക്ഷമ ചോദിക്കുക, ഭാര്യയോടാണ് ചെയ്തതെങ്കിൽ ക്ഷമ ചോദിക്കുക. അത് പരലോകത്തേക്ക് ഇത് ബാക്കി വെക്കരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, എൻ്റെ ഭാര്യ എനിക്കുള്ള അവകാശങ്ങളെല്ലാം പരിപൂർണമായി നൽകുകയും അവൾക്ക് എന്നിൽ നിന്നുള്ള അവകാശങ്ങൾ ലഭിക്കാതെ അവൾ അള്ളാഹുവിൻ്റെ അരികിൽ വന്നെത്തുകയും ചെയ്യുന്നതിലേക്ക്, ആ അവസ്ഥ ഉണ്ടാകുന്നതിലേക്ക് ഞാൻ ഒരിക്കലും അവളെ വിടുകയില്ല. അദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന വാക്കാണത്. അതെ, ഭർത്താവിന് വേണ്ടി അവൾ അണിഞ്ഞൊരുക്കുന്നു, അവൾ ശ്രദ്ധിക്കുന്നു, അവൾ എനിക്കുള്ളതെല്ലാം ചെയ്തു തരുന്നത്, എന്നിട്ട് ഞാൻ അവളോടുള്ള ബാധ്യതയിൽ കുറവ് വരുത്തി പരലോകത്തെത്തുക എന്നുള്ളത് അതൊരിക്കലും ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു, സഹോദരങ്ങളെ, തൗഹീദുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന് മറ്റുള്ളവരോടുള്ള ഹക്കാണ്. ഇത് ഭാര്യയോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ, ബാധ്യതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുൽമു സലാസ, അതിക്രമങ്ങൾ 3 തരത്തിലുണ്ട്. ഒന്ന് ശിർക്കാണ്, അള്ളാഹു പുറത്തു തരികയില്ല. 2 ജനങ്ങൾ തമ്മിലുള്ളതാണ്. വദുൽമുൻ ലാ യത്രുകുഹുല്ലാഹ്, അള്ളാഹു ഒരിക്കലും വെറുതെ വിടാത്ത തിന്മകളിൽപ്പെട്ടതാണ് ജനങ്ങൾ തമ്മിൽ ചെയ്യുന്നത്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണമാസന്നമായ വേളയിൽ തൻ്റെ കുതിരയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ മേൽ സാധിക്കാത്ത ഭാരങ്ങളൊന്നും കയറ്റി വച്ചിട്ടില്ല എന്ന് നിനക്കറിയാം, നിനക്ക് ഭക്ഷണം തരാതിരുന്നിട്ടില്ല എന്ന് നിനക്കറിയാം, നിനക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ജോലി ചെയ്യിപ്പിച്ചിട്ടില്ല, അതായത് സാധിക്കാത്തത് നിൻ്റെ മേൽ ഞാൻ കുതിരയോട് പറഞ്ഞ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, നാളെ പരലോകത്ത് നീ എനിക്കെതിരെ പരാതിയിട്ട് വരരുത്. സുബ്ഹാനല്ലാഹ്, ഒരു മൃഗത്തോട് അവർ പാലിച്ചിരുന്ന അത് നാളെ പരലോകത്ത് വന്നെത്തുമോ എന്ന് അവർക്കുണ്ടായിരുന്ന പേടിയാണത്. സഹോദരങ്ങളെ, ഈ കാര്യം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അമാനത്ത് എന്നത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ ഭാര്യയോട് നിനക്ക് അങ്ങേയറ്റം അമാനത്തുണ്ട്, ഭാര്യയ്ക്ക് നിന്നോടും അമാനത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഒരു കമ്പനി തുടങ്ങിയ 2 പാർട്ട്ണർമാരെ പോലെയാണ്.
രണ്ടുപേരും പാർട്ട്ണർമാരാണ്. രണ്ടുപേരും തുല്യമായി മുന്നോട്ട് നയിക്കുന്ന ഒരു കമ്പനിയുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങളുടെ മക്കൾ. അപ്പം അത് ലാഭകരമാകണമെങ്കിൽ നിങ്ങൾക്ക് അതിനു മാത്രം ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ കാര്യം എപ്പോഴും സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യം ശ്രദ്ധിക്കാൻ നമ്മൾ വിസ്മരിച്ചു പോകരുത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ പറഞ്ഞ രണ്ട് വിശേഷണങ്ങളാണ്. അൽ മവദ്ദത്തു വർ-റഹ്മ. അൽ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമെന്നാണ് പൊതുവെ അർത്ഥം പറയാറുള്ളത്. രണ്ട് റഹ്മ, കാരുണ്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമാക്കുന്ന കാര്യം ഇതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവൻ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ നിശ്ചയിച്ചിരിക്കുന്നു എന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ അള്ളാഹു മവദ്ദത്തും റഹ്മത്തും നിശ്ചയിച്ചിരിക്കുന്നു. മവദ്ദത്ത് എന്നത് കേവലം സ്നേഹമല്ല. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അറബിയിലെ സ്നേഹത്തിന് പൊതുവെ എന്താ പറയാറുള്ളത്? മഹബ്ബത്ത് എന്ന് പറയും. പക്ഷേ മവദ്ദത്ത് വ്യത്യസ്തമായ വാക്കാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മവദ്ദത്ത് എന്നാൽ സ്നേഹവും അതിനോടൊപ്പമുള്ള കരുതലുമാണ്. സ്നേഹമുണ്ട്, അതിനോടൊപ്പം കരുതലുണ്ട്, സംരക്ഷണമുണ്ട്, അവരുടെ കാര്യങ്ങളിൽ പ്രയാസപ്പെടലുണ്ട്, അവനവൻ്റെ കാര്യത്തെക്കാൾ മറ്റുള്ളവൻ്റെ കാര്യം പരിഗണിക്കുക എന്ന ചിന്തയുണ്ട്. ഇതാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. ഇതാണ് മവദ്ദത്ത്. കേവല സ്നേഹമല്ല. ഒരാൾ നമുക്ക് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചിലപ്പോൾ നമ്മുടെ കാര്യമായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, അതിനുശേഷമായിരിക്കും അവൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ നോക്കുക. പക്ഷേ മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തുള്ളതാണ്. സ്നേഹമുണ്ട്, അതിനോടൊപ്പം കരുതലുണ്ട്, അവന് പ്രയാസം ഉണ്ടാവരുത്, അവന് ബുദ്ധിമുട്ടുണ്ടാകരുത്, സഹായമുണ്ട്, അവനെ പിന്തുണക്കലുണ്ട്, അവന് പ്രയാസമുണ്ടായാൽ അവൻ്റെ പിറകിൽ നിന്ന് അവനെ ചേർത്തു പിടിക്കലുണ്ട്. ഇങ്ങനെ ഈ പറഞ്ഞ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മവദ്ദത്ത് എന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പറയുന്നു വജഅല ബൈനക്കും മവദ്ദതൻ. ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾക്കിടയിൽ അള്ളാഹു മവദ്ദത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതേക്കുറിച്ച് അള്ളാഹു പറയുന്നത് ഒമിൻ ആയാത്തി, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്ന് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ അത്ഭുതം എത്രയാണെന്ന്? ഒരു ചെറിയ പെൺകുട്ടി നിങ്ങളുടെ മകളായി വളരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലോകമെന്നാൽ അവളുടെ വാപ്പയാണ്, അവളുടെ ഉമ്മയാണ്, അവളുടെ സഹോദരങ്ങളാണ്. അതാണ് അവളുടെ ലോകം, അതാണ് അവളുടെ ചിന്തകളിലുള്ളത്. ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉപ്പയോ ഉമ്മയോ പിരിഞ്ഞു നിൽക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര പ്രയാസകരമായ കാര്യമായിരിക്കും. ഈ പെൺകുട്ടി ഒരു ദിവസം കൊണ്ടാണ് ഈ മാറിയുന്നത്. ഒരു ദിവസം അവൾ ഇന്ന് വരെ അവൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിന് ശേഷം അവളുടെ ഏറ്റവും വലിയ വിഷയം പിന്നെ അവനാണ്. ഇത് സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് ഒമിൻ ആയാതിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നല്ല. അതുകൊണ്ട് ഷെയ്ഖ് നാസർ സഅദി അദ്ദേഹം പറഞ്ഞു, ദുനിയാവിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാണപ്പെടുന്ന സ്നേഹവും കാരുണ്യവും പോലുള്ളത് പൊതുവെ ജനങ്ങൾക്കിടയിൽ വേറെ എവിടെയും കാണാറില്ല. ഇത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ മാത്രം പൊതുവെ കാണപ്പെടുന്ന കാര്യമാണ്. ഈ പറയുന്ന മവദ്ദത്ത്, ഈ പറയുന്ന റഹ്മത്ത്, ഇത് സുബ്ഹാനല്ലാഹ്, ഇത് വളരെ അജീബ്, വളരെ അത്ഭുതകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ സലഫുകളുടെ ബന്ധങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ബന്ധങ്ങൾ എത്രമാത്രം മനോഹരമായിരുന്നു എന്നത് നമുക്ക് അസൂയയോടുകൂടി നമ്മൾ വായിക്കുന്ന ചരിത്രങ്ങളായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മവദ്ദത്താണ്, രണ്ടാമത്തേത് റഹ്മത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞായി കാണാം, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം രണ്ടുപേർ തമ്മിൽ ഉണ്ടായാൽ തന്നെ അവർക്കിടയിലെ ബന്ധം വളരെ ഇഷ്ടമുള്ളത്. ഒരാളുടെ നമുക്ക് മവദ്ദത്തുണ്ടായി, ഒരു മനുഷ്യനോട് നമുക്ക് ഇഷ്ടമുണ്ടായി, നമ്മൾ അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടായി, നമ്മുടെ പ്രയാസങ്ങൾ അയാളുടെ പ്രയാസങ്ങളാണ്, അയാളുടെ പ്രയാസങ്ങൾ നമ്മുടേതാണ്, നമ്മളയാൾ സഹായിക്കുന്ന അയാളുടെ ആവശ്യങ്ങൾ, ഇങ്ങനെ തിരിച്ചു ഇത് മവദ്ദത്തുണ്ടായെന്ന് വിചാരിക്കാം. ഒരാളോട് നമുക്ക് അങ്ങനെ ഒരു സ്നേഹമുണ്ടായാൽ തന്നെ അവരുമായിട്ടുള്ള ബന്ധം എത്ര മനോഹരമായിരിക്കും.
അവൻ്റെ പ്രശ്നങ്ങൾ നിൻ്റേതാണ്, നിൻ്റെ പ്രശ്നങ്ങൾ അവൻ്റേതാണ്. എല്ലാ നിലക്കും അങ്ങനെ ഒരു കൂട്ടുകാരനെ ലഭിക്കുക എന്നത് എത്ര മനോഹരമായ കാര്യമാണ്. അവരോട് നിനക്ക് എത്ര സംസാരിച്ചാലും മതിയാവില്ല, എത്ര ഇരുന്നാലും നിനക്ക് മതിയാവില്ല. അവനു വേണ്ടി വേർപ്പൊഴുക്കുന്ന നിനക്ക് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരാൾക്കിടയിൽ കേവലം മവദ്ദത്തുണ്ടായാൽ, ഒരാളുടെ റഹ്മത്തുണ്ടായാലോ ഇതേപോലെ തന്നെയാണ്. ഒരാൾ കാരുണ്യമുണ്ടായി, നിനക്കൊരു മനുഷ്യനെ കണ്ടപ്പോൾ ദുർബലനാണ്, പ്രയാസമുള്ളയാളാണ്, അയാളോട് നീ കാരുണ്യം ചൊരിയുന്നു, നീ അയാളെ സഹായിക്കുന്നു, അയാൾക്ക് കരുണ കാണിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന്, ഞാൻ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ തമ്മിലുള്ള ബന്ധം വളരെ സുന്ദരമായിരിക്കും. മവദ്ദത്ത് മാത്രമുണ്ടായി മനോഹരമായിരിക്കുക ബന്ധം, ഒരാളുടെ റഹ്മത്ത് മാത്രമുണ്ടായി മനോഹരമായിരിക്കുക ബന്ധം. ഇത് രണ്ടും കൂടി ചേർന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ മവദ്ദത്തുമുണ്ട്, സ്നേഹവുമുണ്ട്, അതോടൊപ്പം കാരുണ്യവുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് അത്ഭുതകരമായ കാര്യങ്ങളിലൊന്നും. വിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത് ഒരാൾ വിശദീകരിക്കാൻ തുനിയുകയാണെങ്കിൽ ഇതുമാത്രം ധാരാളം വിശദീകരിക്കും. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നാണ്. നിങ്ങൾക്കിടയിൽ അള്ളാഹു സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞു, ഇത് അള്ളാഹു ചിലർക്ക് നിശ്ചയിക്കുകയും അവർക്കിടയിലെ സ്നേഹം ശക്തമാവുകയും ചെയ്താൽ കുറച്ച് ദിവസത്തേക്ക് പിരിയുക എന്നത്, ഒരു യാത്രക്കോ മറ്റോ വേണ്ടി കുറച്ച് ദിവസത്തേക്ക് പിരിഞ്ഞു നിൽക്കുക എന്നതുപോലും ചിലപ്പോൾ അവർക്ക് മരണത്തെക്കാൾ വേദനയുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ചില കവികൾ അങ്ങനെ പാടിയിട്ട് വരെയുണ്ട്. അതും അറിവുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട ചിലർ വരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിട്ടുപിരിഞ്ഞു പോകേണ്ടി വരാന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സുബ്ഹാനല്ലാഹ്, അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായിരുന്ന പലതും ഉപേക്ഷിച്ചുകൊണ്ട് ദൂരെ ഒരു നാട്ടിലേക്ക് നിന്നോടൊപ്പം വരാൻ പറഞ്ഞാൽ അവൾക്ക് അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ദൂരെ ഒരു നാട്ടിലേക്ക് നിൻ്റെ കുടുംബക്കാരെ നീ ഉപേക്ഷിക്കേണ്ടി വരും, നാട് കാണാൻ പറ്റില്ല, കൂട്ടുകാരികളുണ്ടാവില്ല, ഒരു സ്ഥലത്തേക്ക് ഞാനുണ്ടാവും അവിടെ വരാൻ പറഞ്ഞാൽ അവൾക്കൊരു പ്രയാസമില്ല, അവൾക്ക് വിട്ടു നിൽക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ളത്. തിരിച്ചും അതേപോലെ തന്നെ ആയിരിക്കണം. അദ്ദേഹം പറയണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കാലഘട്ടത്തിൽ വൈവാഹിക ബന്ധമെന്നത് എന്തോ ഒരു ഭാരമായാണ് ജനങ്ങൾ പൊതുവെ കാണുന്നത്. ഇസ്ലാമിനെ രുചിക്കാത്തവർക്കാണ് ഈ പ്രയാസമുള്ളത്. അതിൽ ഇസ്ലാമിക ബന്ധങ്ങളെക്കുറിച്ച് വായിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിച്ച ആളുകളുടെ ബന്ധങ്ങൾ വായിച്ചാൽ മനോഹരമായ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനേകം കാണാം. ഈ കാലഘട്ടത്തിൽ സിനിമകളിലും നോവലുകളിലും മറ്റുമെല്ലാം ചിത്രീകരിക്കപ്പെടുന്ന വെറും ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള പ്രേമവും പരസ്പരമുള്ള ഇഷ്ടങ്ങളും അങ്ങേയറ്റം വില കുറഞ്ഞതാണ്. ഇസ്ലാമിക ബന്ധങ്ങൾക്കിടയിലെ മനോഹരമായ ചരിത്രങ്ങൾ വായിച്ചാൽ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ചില രേഖപ്പെടുത്തി വായിച്ചാൽ നമുക്ക് അത്ര അത്ഭുതം തോന്നും. അങ്ങനെ ഭാര്യാഭർത്തൃ ബന്ധം എത്ര മനോഹരമാണ് എന്ന കാര്യം. ഇസ്ലാമിക ലോകത്തുള്ള ചില പണ്ഡിതന്മാർ അവരെഴുതിയ ചില വാക്കുകളുണ്ട്. ഇബ്നു സുറൈഖ് അൽ ബഗ്ദാദി, അദ്ദേഹം തൻ്റെ ഭാര്യയെ പിരിഞ്ഞ് ബഗ്ദാദിൽ നിന്ന് ദൂരെ ഒരു നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കവിത തന്നെ എഴുതി. ആ കവിത അൽ ഐനിയ അല്ലെങ്കിൽ അൽ യതീമിയ എന്നാണ് കവിതയുടെ പേര്. അതിൽ അദ്ദേഹം പറഞ്ഞു, അസ്തൗദിഉല്ലാഹ ഫീ ബഗ്ദാദ ലീ ഖമറൻ ബിൽ കർഖി മിൻ ഫലക്കിൽ അസ്റാറി മത്ലഉഹു. ഞാനിതാ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ബഗ്ദാദിൽ ഒരു തിളങ്ങുന്ന ചന്ദ്രനെ ബാക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത്. വദ്ദഅതുഹു വബിവുദ്ദി ലൗ യുവദ്ദിഉനി തീബുൽ ഹയാതി വഅന്നി ലാ ഉവദ്ദിഉഹു. അവളെ പിരിഞ്ഞു വരുമ്പോൾ എൻ്റെ ആഗ്രഹം, മനസ്സിലുള്ള തേട്ടം എന്തായിരുന്നു, ജീവിതം തന്നെ എന്നെ വേർപിരിഞ്ഞിരുന്നെങ്കിലും എനിക്ക് ഇത്ര വേദന ഉണ്ടാകുമായിരുന്നില്ല. ഇത് ഇബ്നു സുറൈഖ് അദ്ദേഹം തൻ്റെ ഭാര്യയെ പിരിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വരികളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം മക്കയിൽ വന്നപ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. മക്കയിൽ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ലൈല എന്നായിരുന്നു അവരുടെ പേര്, ലൈല അൽ ഹലബിയ. മക്കയിലാണോ അല്ലെങ്കിൽ ഹലബിലാണോ സംശയം, ഹലബിലാണ്. ഇബ്നു ഹജർ അവസാനം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ലൈലയെ അവരുടെ നാട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്.
ഇബ്നു ഹജർ അവരോട് വസിയത്ത് ചെയ്തു എന്നാണ്, ഞാൻ മരിച്ചാൽ വേറെ വിവാഹം കഴിക്കരുത്, പരലോകത്ത് നീയുമായി കൂടാൻ എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. അദ്ദേഹം അങ്ങനെ തിരിച്ചു വന്നു. അദ്ദേഹം ഒരു കവിത എഴുതിയെന്നാണ് ലൈലയെക്കുറിച്ച്. ആ കവിതയിൽ ഇബ്നു ഹജർ അദ്ദേഹം പറഞ്ഞു, ഉഷാഗിലു നഫ്സി ബിൽ ഹദീസി തഅല്ലുലൻ നഹാരി വഫീ ലൈല അഹിന്നു ഇലാ ലൈല. രാവിലകളിൽ ഞാൻ, ഇബ്നു ഹജർ നിങ്ങൾക്കറിയാം ഹദീസ് പണ്ഡിതനാണ്, അദ്ദേഹം പറയാൻ രാവിലകളിൽ ഞാൻ ഹദീസുകളുടെ കാര്യങ്ങളിൽ വ്യാപൃതനാകും, രാത്രി എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ലൈലയെക്കുറിച്ച് ഓർത്താണ് എൻ്റെ മനസ്സ് വിങ്ങുന്നത്. ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്, അവരുടെ ചരിത്രം ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാലഘട്ടത്തിൽ ആളുകൾ ധരിക്കുന്നത് ഇസ്ലാമിലെ വൈവാഹിക ബന്ധം എന്നാൽ എന്തൊരു ഉണങ്ങിയ കാര്യമാണ് എന്നാണ്. ചില ആളുകൾ സംസാരം കേട്ടാൽ ഇവനെന്തോ കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതുപോലെയാണ്. വീട്ടിലേക്ക് പോകുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ട്, ഭാര്യയായിട്ട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ട്, അവൻ്റെ തമാശ എപ്പോൾ നോക്കിയാലും കല്യാണം കഴിച്ച് കുടുങ്ങിപ്പോയി എന്ന അർത്ഥത്തിലായിരിക്കും. ചില ആളുകളുടെ തമാശ മുഴുവൻ ഇതാണ്. ഒന്ന് കെട്ടി, ഇനി എന്നെക്കൊണ്ട് വയ്യ, ഞാൻ ജീവിതം മടുത്തുപോയി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വരുന്നവരുത്തനെ കണ്ടു കഴിഞ്ഞാൽ പറയും, മോനെ ഞാൻ പഠിച്ചു പോയി, ഒരിക്കലും പെട്ടുവരുത്. ഇതൊരു വ്യാപകമായ സംസാരമാണ്. പക്ഷെ അൽഹംദുലില്ലാ, നിങ്ങൾ ദീൻ പാലിച്ച് ജീവിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ ഏറ്റവും സുന്ദരമായ അവരുടെ അനുഭവങ്ങളിലൊന്ന് വിവാഹമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാമ മുഹമ്മദ് അൽ ഖദർ ഹുസൈൻ, അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹർ ആയിരുന്നു. നിങ്ങൾക്കറിയാം, മിസ്റിലെ ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ, അസ്ഹർ യൂണിവേഴ്സിറ്റി ചരിത്രത്തിലെ വലിയ യൂണിവേഴ്സിറ്റികളൊന്നാണ്. ഷെയ്ഖുൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ദുനിയാവിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ഒരു കാലഘട്ടത്തിൽ, ഇന്ന് ആ അവസ്ഥകളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മുഹമ്മദ് അൽ ഖദർ എന്ന ഷെയ്ഖുൽ അസ്ഹറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ മരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് 79 വയസ്സുണ്ട്. ഭാര്യ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയേക്കാൾ കുറച്ച് പ്രായം കൂടുതലുണ്ട്. 79 വയസ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഒരു സാലിഹത്തായ ഒരു ഭാര്യയായിരുന്നു, നല്ല ഒരു സ്ത്രീയായിരുന്നു. അവർ മരിച്ചതിന് ശേഷം മുഹമ്മദ് അൽ ഖദർ അദ്ദേഹം എഴുതിയൊരു കവിതയുണ്ട്, കുറച്ച് സുദീർഘമായ കവിതയാണ്. ആ കവിതയിൽ അദ്ദേഹം പറഞ്ഞു, وأنت التي حببت للعيش بعدما سئمت فطيب العيش بعض مزاياك. ജീവിതം മടുത്തു തുടങ്ങിയ കാലഘട്ടത്തിൽ ജീവിതത്തോട് ഇഷ്ടമുണ്ടാക്കി തീർത്ത നീയാണ്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ജീവിതം മധുരമുള്ളതായി അനുഭവപ്പെട്ടത്. ഫതീബുൽ ഐഷി ബഅദു മസായാക്കി, നിൻ്റെ അനേകം നന്മകളിലൊന്നാണ് നീ ജീവിതം വളരെ സുന്ദരമാക്കുന്നു എന്നത്. വഇൻ സാമനി യൗമുൻ ശകാതൻ തദഫഖത് ദുമൂഉക മിൻ ജഫനിൻ യുഖാലു ഹുവ ശാക്കി. എന്തെങ്കിലും ഒരിക്കൽ ഒരു പ്രയാസമോ ഒരു വേദനയോ എനിക്ക് ബാധിച്ചാൽ നിൻ്റെ കണ്ണുകളാണ് നിറഞ്ഞൊഴുകിയിരുന്നത്, നിനക്കാണ് പ്രയാസം ബാധിച്ചിരുന്നത് എന്നതുപോലെ നീ ദുഃഖിക്കാറുണ്ടായിരുന്നു. നമുക്ക് സുബ്ഹാനല്ലാഹ്, ബന്ധത്തിൻ്റെ ഭംഗി എത്ര മനോഹരമാണ്. മരിച്ചതിന് ശേഷം ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാരുടെ ചരിത്രമാണ്. ഒരു ഭാര്യയ്ക്ക് വേണ്ടി അവർ എഴുതിയ വരികളാണിതൊക്കെ. മരിച്ചതിന് ശേഷം എത്ര വയസ്സായി മരിച്ചിട്ട്? 79 വയസ്സിൽ മരിച്ചിട്ട്. അതാണ് മനോഹരമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ ഇസ്ലാമികമായ അള്ളാഹുവിൻ്റെ ശരീഅത്ത് പാലിച്ചുകൊണ്ടുള്ള സുന്ദരമായ ബന്ധമാണോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയത്? അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി പറയുക, അള്ളാഹു നന്ദി പറയുക. ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വലിയ നിഅമത്തുകളിലൊന്നാണ്. മറ്റൊരിക്കൽ യഹ്യ അൽ ഹിന്ദി അൽ അൻദലൂസി, അദ്ദേഹം തൻ്റെ ഭാര്യ മരിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന് മരണം ആസന്നമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനോട് അദ്ദേഹം പറഞ്ഞ വസിയ്യത്തുകളിൽ ഒന്നിപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ മിറ്റു ഫദ്ഫിന്നി ഹിദാ ഖലീലത്തി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖലീലത്തിനോടൊപ്പം, എൻ്റെ കൂട്ടുകാരിയോടൊപ്പം അവളുടെ ചാര എന്നെ ഖബറടക്കുക. യുഖാലിതു അദ്മി ഫി തുറാബി ഇദാമഹ, അവളുടെയും എൻ്റെയും എല്ലുകൾ മണ്ണിൽ ചേർന്ന് ഒരുമിക്കട്ടെ. വറത്തിബ് ദരീഹി കൈഫമാ ഷാ അൽ ഹവ, എനിക്ക് ആഗ്രഹമുള്ളതുപോലെ എൻ്റെ ഖബർ അവളുടെ ഖബറിൻ്റെ മുന്നിലോ പിന്നിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും നീ ആക്കിക്കോ. തകൂനു അമാമി ഔ അകൂനു അമാമഹ,
ഞാൻ അവളുടെ മുന്നിലാകുന്നതോ അവൾ എൻ്റെ മുന്നിലാകുന്നതോ എനിക്ക് പ്രയാസമില്ല. മരിച്ചതിന് ശേഷവും നിലനിൽക്കുന്ന സ്നേഹമാണിത്. ചില കവിതകൾ ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്, എന്തിനാണ് ഇത് പറഞ്ഞത്? ഇത് ഒരു മജ്ലിസിൽ ഭംഗി വാക്കിനു വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് സഹോദരങ്ങളെ, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, കുടുംബജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ദുനിയാവിലെ മനോഹരമായ അനുഭവങ്ങളിലൊന്നാണ് വൈവാഹിക ജീവിതം. അതങ്ങനെയാണെങ്കിൽ, അള്ളാഹു അങ്ങനെ തൗഫീഖ് നൽകിയാൽ. അതങ്ങനെയല്ലെങ്കിൽ ദുനിയാവിലെ പ്രയാസങ്ങൾ, കടുത്ത പ്രയാസങ്ങളിലൊന്നാണിത്. ഇത് വലിയൊരു തലവേദനയാണിത്. അങ്ങനെ അല്ലാതെ ലഭിക്കുക എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ അനേകം വരികൾ കവിതകളിൽ കാണാം, എഴുത്തുകളിൽ കാണാം. ഭാര്യ മരണപ്പെട്ടതിന് കുറിച്ച് ശേഷം അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നാണ്. അവളോടൊപ്പം 20 വർഷമോ മറ്റോ 40 വർഷം, എത്ര വർഷം എനിക്ക് ഓർമ്മയില്ല, ധാരാളം വർഷം ഞാൻ അവളോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. വലം നഖ്തലിഫ് ഫീ കലിമ, ഞങ്ങൾ രണ്ടുപേരും ഒരു വാക്കിൽ പോലും പരസ്പരം തെറ്റിയിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്. അദ്ദേഹം അതിനുശേഷം പിന്നെ കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അവരുടെ മരണത്തിന് ശേഷം പിന്നെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ചരിത്രത്തിലെ ചില അനുഭവങ്ങളാണ്. ഏറ്റവും മനോഹരമായ അനുഭവം നിങ്ങൾക്ക് വായിക്കണം, ഏറ്റവും മനോഹരമായ ദാമ്പത്യബന്ധം നിങ്ങൾക്ക് വായിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുക. സുന്ദരമായ ബന്ധം. ചരിത്രത്തിൽ എത്രയെല്ലാം ഭാവനകൾ കൊണ്ട് ഒരാൾ ദാമ്പത്യബന്ധത്തിൻ്റെ ഭംഗി രചിക്കാൻ ശ്രമിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കവച്ചു വെക്കുന്ന ഒരു ബന്ധം ഒരാൾക്ക് വരയ്ക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, അത്ര മനോഹരമായ ബന്ധം. ആ ബന്ധം എത്ര തീക്ഷ്ണമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകൾ ചിലത് വായിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ വിവാഹം ഖദീജയുമായാണ് റളിയല്ലാഹു അൻഹ. ഖദീജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായിരുന്നു. അവിടത്തേക്കുണ്ടായ 4 മക്കളും ഖദീജയിലാണ്. പെൺമക്കൾ, 4 പെൺമക്കൾ ഖദീജയിലാണ്. 3 ആൺമക്കൾ ജനിച്ചതും ഖദീജയിലാണ്. പിന്നീട് മാരിയത്തുൽ ഖബ്തിയയിലാണ് ഒരു കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ ഖദീജയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പ്രായമുണ്ട്. അവിടുത്തെ 25ാമത്തെ വയസ്സിലാണ് ഖദീജയെ കല്യാണം കഴിക്കുന്നത്. മക്ക കാലഘട്ടം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഖദീജ മരണപ്പെടുന്നത് റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. ഖദീജയോട് എനിക്കുണ്ടായ ഈർഷ്യത പോലെ, അവരോട് എനിക്കുണ്ടായ അസൂയ പോലെ മറ്റൊരു സ്ത്രീയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റൊരാളോടും എനിക്കിത്ര അസൂയ ഉണ്ടായിട്ടില്ല. ഇവിടെ അസൂയ എന്ന് പറയുന്നത് മോശമായ അർത്ഥത്തിലല്ല, ഒരു ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കുന്നതിലുള്ള മത്സരമാണ് അവിടെ ഉദ്ദേശം, അതല്ലാതെ മോശമായ അർത്ഥത്തിലുള്ള അസൂയല്ല. കാരണം ഈ ഹദീസ് പറയുന്നത് ആയിഷ തന്നെയാണ് റളിയല്ലാഹു അൻഹ. അവർ പറയാൻ, വമാ റഅയ്തുഹ, ഞാൻ ഖദീജയെ കണ്ടിട്ടേ ഇല്ല. വലാകിൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെക്കുറിച്ച് ധാരാളമായി പറയുമായിരുന്നു. വറുബ്ബമാ ദബഹ അശ്ശാ ثم يقطعها أعضاء ثم يبعثها في صدائق خديجة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങൾ ആടിനെ അറക്കും. ثم يقطعها, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഷ്ണങ്ങളായി വിഹിതം വെക്കും. ثم يبعثها في صدائق خديجة. ഖദീജ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ തൻ്റെ കൂട്ടുകാരികൾക്ക് മാംസവും ഭക്ഷണവും ഒക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു. അത് ഓർത്തുകൊണ്ട്, അത് നിലനിർത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖദീജയുടെ കൂട്ടുകാരികൾക്ക് ആടിൻ്റെ മാംസം അറുത്ത് അത് കഷ്ണങ്ങളാക്കി വിഹിതമാക്കി അവർക്ക് കൊടുത്തയക്കുമായിരുന്നു. ഫറുബ്ബമാ ഖുൽതു ലഹു, ചില സന്ദർഭങ്ങളിൽ ഞാൻ അവിടുത്തോട് പറഞ്ഞിട്ടുണ്ട്, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ മറഅത്തുൻ ഇല്ലാ ഖദീജ, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ ഒരു പെണ്ണുമില്ലാത്തതുപോലെയുണ്ട്, ദുനിയാവിൽ ഖദീജ അല്ലാതെ വേറെ സ്ത്രീ ഇല്ലാത്തതുപോലെയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയും. അപ്പോൾ അവിടുന്ന് പറഞ്ഞു തുടങ്ങും, ഇന്നഹ കാനത്ത് വകാനത്ത്, ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ അവളിലാണ് എനിക്ക് കുട്ടിയുണ്ടായത്, അവൾ എന്നെ അങ്ങനെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെക്കുറിച്ച് ധാരാളം പറയുമായിരുന്നു. വകാന ലീ മിൻഹാ വലദ്, അവളിലാണ് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുങ്ങളെ നൽകിയത് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാൽ കാണാം, മക്കയിലെ ഖുറൈശികളെ പ്രയാസങ്ങൾ സഹിച്ച് അതങ്ങേറ്റം ബുദ്ധിമുട്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിനെ വേദനിപ്പിച്ച് അവിടുന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമായിരുന്നു എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വീട്ടിലിരുത്തി അവരോടൊപ്പം കുറച്ചു നേരം ഇരുന്നാൽ അവിടുത്തെ മനസ്സ് തണുക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവരുടെ മരണത്തിന് മുൻപ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖദീജയോട് പറയുക അള്ളാഹു അവരോട് സലാം പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു. ഖദീജയാണ് ആദ്യം അതിനുള്ള മറുപടി നോക്കും, നിങ്ങൾ അവരുടെ ബുദ്ധി നോക്കും. അതിന് പറഞ്ഞ അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും സലാം പറഞ്ഞിരിക്കുന്നു. അവർ ജിബ്രീലിന് മാത്രമാണ് സലാം മടക്കിയത്. അള്ളാഹുന് തിരിച്ച് സലാം മടക്കുക, അള്ളാഹുനോട് ദുആ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പറ്റില്ല. അവർ ജിബ്രീലിന് വേണ്ടി സലാം മടക്കി. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, മുത്തുകൊണ്ടുള്ള ഒരു കൊട്ടാരം അവർക്ക് സ്വർഗത്തിലുണ്ട്, അവരുടെ വീട് അങ്ങനെയായിരിക്കും, അതിൽ യാതൊരു നിലക്കുള്ള ക്ഷീണമോ എന്തെങ്കിലും ഒരു അട്ടഹാസമോ ഒച്ചയോ അവർ കേൾക്കുകയില്ല, സമാധാനമുള്ള വീടുണ്ടായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖദീജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എങ്ങനെയായിരുന്നോ റളിയല്ലാഹു അൻഹ, ദുനിയാവിൽ റസൂലുള്ളയുടെ വീട് എത്ര സമാധാനമുള്ളതായിരുന്നു, അത് സമാനമായ വീടാണ് സ്വർഗത്തിലുള്ളത്. അവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അനുയോജ്യമായ വീടാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കിയത് എന്ന് ചില പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ അവർ തന്നെ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ വീട്ടിൽ ഇസ്തഅ്സനത് ഹാലതു ബിൻതു ഖുവൈലിദ്, ഖദീജയുടെ സഹോദരിയായ ഹാല ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. فعرف استئذان خديجة فارتاع لذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ ശബ്ദത്തിന് സമാനമായിരുന്നു ഹാലയുടെ ശബ്ദം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ ശബ്ദം ഓർമ്മ വന്നു. ഫർതാഅ ലിദാലിക, അവിടുന്ന് അത് കേട്ടപ്പോൾ അവിടത്തേക്ക് വളരെയധികം അവിടുന്ന് വൈകാരികമായി അങ്ങേറ്റം ഖദീജയെ ഓർത്തുപോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹാലയാണല്ലോ ഈ വന്നിരിക്കുന്നത് എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുഃഖം കണ്ടപ്പോൾ, ഖദീജയുടെ ഓർമ്മ വന്നപ്പോൾ അവിടത്തേക്കുണ്ടായ ദുഃഖം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പറഞ്ഞു, മാ തദ്കുറു മിൻ അജൂസ് മിൻ അജായിസി ഖുറൈശ് ഹംറാഇ ശിദ്ഖൈൻ ഹലകത് ഫി الدهر ഖദ് അബ്ദലക അല്ലാഹു ഖൈറൻ മിൻഹ. എന്തിനാണ് നബിയെ വയസ്സായ ഒരു സ്ത്രീ, പല്ലുപോലും ഇല്ലാതിരുന്ന പ്രായമെത്തിയ ഒരു സ്ത്രീ ഒരു മരിച്ചുപോയി, താങ്കൾക്ക് അള്ളാഹു അതിനേക്കാൾ നല്ല ഭാര്യമാരെ തന്നിട്ടുണ്ടല്ലോ, എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞു എന്നാണ്, ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹ, എനിക്ക് ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ ഇട്ട് തന്നിരിക്കുന്നു, ഖദീജയോടുള്ള ഇഷ്ടം എനിക്ക് അള്ളാഹു ഹൃദയത്തിൽ ഇട്ട് തന്നിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി കാണാം. അവിടുന്ന് മക്ക കാലഘട്ടം കഴിഞ്ഞു, മദീനയിലെത്തി. മദീനയിൽ ബദ്ർ യുദ്ധം കഴിഞ്ഞു. ബദ്ർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായിരുന്ന സൈനബിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 പെൺമക്കളാണ്. സൈനബിൻ്റെ ഭർത്താവിൻ്റെ പേര് അബുൽ ആസ് ഇബ്നു റബീഅ എന്നാണ്. അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് മുശ്രിക്കാണ്, പിന്നീട് അദ്ദേഹം മുസ്ലിമായി റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. ബദ്ർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബദ്ർ യുദ്ധത്തിൽ അദ്ദേഹം തടവുകാരനായി പിടിക്കപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ തടവുകാരെ മദീനയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു. ധാരാളം ചരിത്രമുണ്ട് അതിനിടയിൽ. അങ്ങനെ ബദ്റിൽ പിടിക്കപ്പെട്ട മുശ്രിക്കീങ്ങൾ അവരെ മോചനദ്രവ്യം വാങ്ങി തിരിച്ചയക്കാമെന്ന തീരുമാനം വന്നു. തടവുകാരെ സ്വതന്ത്രരാക്കാം, അതിന് പകരം അവരുടെ കുടുംബക്കാരെന്ത് ചെയ്യണം, ഒരു തടവുകാരന് ഇത്ര തുക വെച്ച് തരണം. അങ്ങനെ അബുൽ ആസ് ഇബ്നു റബീഅനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി, അന്നും അവരുടെ ഭാര്യയാണ് സൈനബ് റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്. അന്ന് മുശ്രിക്കിനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം ഒന്നും ഇറങ്ങിയിട്ടില്ല. സൈനബ് റളിയല്ലാഹു അൻഹ തൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തയച്ചത് ഒരു മാലയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായിരുന്ന ഖദീജയുടെ മാലയായിരുന്നു അത്. സൈനബിന് വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ സൈനബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത
ആഭരണമായിരുന്നു അത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഖദീജയെ ഓർമ്മ വന്നു. വറഖലഹ റഖത്തൻ ഷദീദ, അവിടുന്ന് അങ്ങേയറ്റം വിഷമമുണ്ടായി, അവിടുന്ന് കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു എന്ന് ഇൻ റഅയ്തും അൻ തുത്ലിഖൂ ലഹ അസീറഹ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണ്, അവിടുന്ന് നബിയാണ്, സഹാബികൾ മുന്നിലിരിക്കുന്നു. അവിടുന്ന് അവരോട് അനുവാദം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൈനബിൻ്റെ മോചനദ്രവ്യം അവൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും അബുൽ ആസിനെ മോചനദ്രവ്യമൊന്നും വാങ്ങിക്കാതെ പറഞ്ഞയക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മര്യാദ, അവിടുത്തെ അദബ് അതിൻ്റെ അങ്ങേയറ്റമാണത്. അവിടുന്ന് നബിയാണ്, അവിടുന്ന് റസൂലാണ്. പക്ഷെ അവിടുന്ന് ചോദിക്കുകയാണ് സഹാബികളോട്. അവരത് അനുവദിച്ച ഒരു സംശയമില്ല, അവരത് അനുവദിക്കുമെന്നതിന് സംശയമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസിനെ തിരിച്ചയച്ചു. സൈനബിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അയക്കണമെന്ന കരാർ വാങ്ങിക്കൊണ്ട് അബുൽ ആസ് മക്കയിലെത്തിയ ഉടനെ സൈനബ് റളിയല്ലാഹു അൻഹയെ തിരിച്ച് മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് ഖദീജയോട് കാണിച്ച സ്നേഹമാണിത് റളിയല്ലാഹു അൻഹ. ഇതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള ബന്ധം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഹദീസുകൾ വായിച്ചു കഴിഞ്ഞാൽ സുബ്ഹാൻ, അവിടത്തേക്ക് വയസ്സ് എത്രയായിരുന്നു ആ സമയത്ത്? അവിടുന്ന് വിവാഹം അവിടത്തേക്ക് നുബുവത്ത് ലഭിക്കുമ്പോൾ 40 വയസ്സുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള അവിടുത്തെ വൈവാഹിക ബന്ധം ആരംഭിക്കുന്ന ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒന്ന് മറിച്ചു നോക്കാൻ പറ്റും. ആയിഷ നിവേദനം, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം എന്ന് തുടങ്ങുന്ന ഹദീസുകൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിച്ചു നോക്കുക. എത്ര വലിയ അടയാളമാണ് ആയിഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ചത് എന്നത് അവരുടെ ഹദീസുകൾ വായിച്ചാൽ മനസ്സിലാവും. അവരുടെ പല ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ അങ്ങേറ്റം പ്രകടിപ്പിക്കുന്നതാണ്. ചില ഹദീസുകളിൽ സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ വുദൂ മുറിയുമോ എന്ന് ചർച്ച നിങ്ങൾ കേട്ടിരിക്കും. സ്ത്രീകളെ തൊട്ടാൽ വുദൂ മുറിയില്ല എന്നതിനുള്ള തെളിവുകളിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നതിന് മുൻപ് എന്നെ ചുംബിച്ചുകൊണ്ട് അവിടെ നിസ്കാരത്തിന് പോകാറുണ്ടായിരുന്നു, അവിടെ വുദൂ എടുക്കാറുണ്ടായിരുന്നില്ല. അവിടുത്തെ ഹദീസിൻ്റെ തെളിവുകളിലൊന്നല്ല. ചില ഹദീസുകൾ ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചിരിക്കും. എന്നിട്ട് അവർ പറയും, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതത്തിലുണ്ടാക്കി തീർത്ത മാറ്റം എത്ര ധാരാളം സുദീർഘമായ ഹദീസുകൾ. ഞാൻ ആ പറഞ്ഞതിലേക്ക് പ്രവേശിച്ചാൽ ധാരാളം സമയം അതിന് മാറ്റിവെക്കേണ്ടി. സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ട മവദ്ദത്തും റഹ്മത്തും ഇതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇണയോട്, അത് ഭാര്യയാകട്ടെ അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവാകട്ടെ, അവരോട് നന്മയിൽ വർത്തിക്കാൻ രണ്ടിലൊരു കാരണമുണ്ട്. ഒന്നല്ലെങ്കിൽ സ്നേഹമാണ്, അതാണ് അള്ളാഹു പറഞ്ഞത് മവദ്ദത്ത് എന്നത്. ഒന്നല്ലെങ്കിൽ സ്നേഹമാണ്, നിൻ്റെ ഭർത്താവിനെ നിനക്കിഷ്ടമാണ്, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യയെ നിനക്കിഷ്ടമാണ്. ഇതല്ലെങ്കിൽ രണ്ടാമതൊരു കാരണമുള്ളത് കാരുണ്യമാണ്. നിൻ്റെ ഭാര്യ അവൾ നിന്നെ വിശ്വസിച്ച് പുറപ്പെട്ടയാളാണ്, അവളുടെ വീട് ഉപേക്ഷിച്ച് നിൻ്റെ വീട്ടിൽ താമസിക്കാൻ, നിന്നോടൊപ്പം താമസിക്കാൻ വേണ്ടി വന്നതാണ്. അവളുടെ കാരുണ്യം കാണിക്കുക, അവളുടെ റഹ്മത്ത് കാണിക്കുക. ഇതേപോലെ തന്നെ നിൻ്റെ ഭർത്താവ് നിനക്ക് വേണ്ടിയാണ് അയാൾ പ്രയാസപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് അയാൾ ബുദ്ധിമുട്ടുന്നത്. ചില ആളുകൾ സുബ്ഹാൻ ഈ കാലഘട്ടത്തിൽ ആളുകളുടെ നന്ദികേട് ചിലപ്പോൾ വളരെ വലുതാണ്. ഭാര്യ ചെയ്യുന്ന നന്മകൾ, 1000 നന്മകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവൻ 1000 നന്മകൾ മറക്കും. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സ്വഭാവമായി പറയപ്പെട്ട കാര്യമാണ്. 1000 നന്മ ചെയ്തിട്ട് ഒരു തിന്മ ചെയ്താൽ അത് മറന്നു കളയാന്നുള്ളത്. ഇതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം. ചിലപ്പോൾ അയാൾ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അയാൾ ഗൾഫിൽ പോയി അയാൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ നാട്ടിലെല്ലാവരോടും അയാളുടെ കുറ്റം പറഞ്ഞെടുക്കുക, അയാളെക്കുറിച്ച് പരാതി പറയാൻ. ഇസ്ലാം എത്ര മനോഹരമായാണ് ഭാര്യയും ഭർത്താവിനെയും വിവരിച്ചത്. ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹുന്ന. സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ സ്ത്രീകൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങളുടെ ഭാര്യമാർക്കുള്ള വസ്ത്രമാണ്. ഇത് വസ്ത്രത്തിൻ്റെ സ്വഭാവം ഐബുകൾ മറച്ചു പിടിക്കുക എന്നതാണ്. ഭാര്യയുടെ ഐബ് ഒരിക്കലും നിന്നിലൂടെ ഒരാളും അറിയരുത്.
നിൻ്റെ ഉമ്മയോ നിൻ്റെ വാപ്പയോ നിൻ്റെ സഹോദരങ്ങളോ നിൻ്റെ കൂട്ടുകാരോ അറിയരുത്. തിരിച്ചും അതേപോലെ തന്നെ ഭർത്താവിൻ്റെ ഐബ് നിൻ്റെ നാവിലൂടെ വേറൊരാൾ അറിയരുത്. നീ അയാളെക്കുറിച്ച് നല്ലതല്ലാതെ പറയരുത്, എത്ര നല്ലതല്ലാതെ പറയരുത്. നിൻ്റെ ഉമ്മയോടോ നിൻ്റെ ഉപ്പയോടോ ആണെങ്കിൽ പോലും, സ്വന്തം ഉമ്മയുടെ ഉപ്പാടാണെങ്കിൽ പോലും. ചിലപ്പോൾ കല്യാണം കഴിച്ചാൽ അമ്മായിമ്മ വരും, എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെ തന്നെയാണ്, എന്തു വേണമെങ്കിലും എന്നോട് പറയാം, ഓൻ അങ്ങനെയാണ്, ഓനിങ്ങനെയാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്നാൽ പോലും അവരോടാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, ഭർത്താവിൻ്റെ കുറ്റം പറയരുത്, തിരിച്ചെങ്ങോട്ട് പറയരുത്, ഭാര്യയുടെ കുറ്റവും പറയരുത്. അമ്മായിമ്മ വീട്ടിലേക്ക് പിന്നെ ഭാര്യയുടെ ഉമ്മ ചിലപ്പോൾ പറയും, അവൾ ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കൂല, അവളങ്ങനെ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ, അങ്ങനെ പറയരുത്. എൻ്റെ ഭാര്യയുടെ കുറ്റങ്ങൾ അവളുടെ ഉമ്മയോടാണെങ്കിലും പറയരുത്, അവളുടെ ഉപ്പയോടാണെങ്കിലും പറയരുത്. അത് ഹുന്ന ലിബാസുല്ലക്കും അൻതും ലിബാസുല്ലഹും, നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാണ്, അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. അത് ശരിയായ അർത്ഥത്തിൽ പാലിക്കുക. ആ വസ്ത്രം ഒരിക്കലും ഊരി വെക്കരുത്, അത് ശരിയായ അർത്ഥത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. ഉമ്മു സലമയുടെ ചരിത്രം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞതായിക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസീബത്ത് ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന് മുൻപുള്ളതിനേക്കാൾ ഖൈറായത് ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്മു സലമ പറയണം, അബൂ സലമ മരണപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മു സലമ പറയാൻ, അയ്യുൽ മുസ്ലിമീന ഖൈറു മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരാൾ ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? നമുക്ക് നീ മരിച്ചിട്ട് നിൻ്റെ ഭാര്യ നിന്നെക്കുറിച്ച് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ മരിച്ചതിന് ശേഷം നിൻ്റെ ഭർത്താവ് നിന്നെക്കുറിച്ച് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അത് ഏറ്റവും അടുത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റുകളൊന്ന് അവൻ്റെ ഭാര്യയുടെ അടുത്തുനിന്ന് അവൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ലഭിക്കാവുന്ന സർട്ടിഫിക്കറ്റാണ്. കാരണം അവിടെ ഒരു മറയില്ല, യാതൊരു ഭംഗി വാക്കുകളവിടെ ഇല്ല. നിൻ്റെ ശരിയായ സ്വഭാവം എന്താണ് അതാണ് അവിടെ ഉള്ളത്. നിന്നെ അവൾക്കറിയാം, അവൾക്ക് നിന്നെ അറിയാം. ഉമ്മു സലമ അവർ പറയാം, മുസ്ലിങ്ങളുടെ കൂടെ അബൂ സലമയേക്കാൾ നല്ല ഒരാൾ ഇനി അവിടെ കിട്ടാനാണ്. ഫഖുൽതുഹ ഈമാനൻ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ് എന്നതുകൊണ്ട്, ഈമാൻ കൊണ്ട്, അവിടുത്തെ വാക്കിലുള്ള വിശ്വാസം കൊണ്ട് ഞാനത് പറഞ്ഞു. ഉമ്മു സലമക്ക് അടുത്ത ഭർത്താവായി ലഭിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഇതാണ് ഇസ്ലാമിലെ ബന്ധമെന്ന് പറയുന്നത്. മരിച്ചതിന് ശേഷവും ആ ബന്ധം അവസാനിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുള്ള, നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളിലൊന്നാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി കുറച്ചു കാലം ദുആ ചെയ്യാൻ ഈ ദുനിയാവിൽ പൊതുവെ ബാക്കിയുള്ളത് രണ്ട് വിഭാഗം ആൾക്കാരാണ്. ഒന്ന് നിൻ്റെ ഭാര്യയും, രണ്ട് നിൻ്റെ മക്കളുമാണ്, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവും നിൻ്റെ മക്കളുമാണ്. അവരെ വെറുപ്പിക്കാതിരിക്കുക, ഈ കാലത്തെ ഭാഷയിൽ പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭർത്താവിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ജീവിതം തകർന്നതുപോലെയാണ്. ഞാൻ കുടുങ്ങിപ്പോയി എന്നവർ നാവ് കൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം. തിരിച്ചും ചില ഭർത്താക്കന്മാരോട് സംസാരിച്ചാൽ ഭാര്യയുടെ കാര്യത്തിൽ കുടുങ്ങിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ രണ്ടുപേരുടെയും ജീവിതങ്ങളാക്കരുത്. ചില ആൾക്കാർ പറയും, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെ തന്നെയാണ്. ഒരിക്കൽ മുൻഗാമികളിൽപ്പെട്ടൊരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയുടെ അരികിൽ വിവാഹമാലോചിച്ചു. വിവാഹാലോചന സമയത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രശ്നങ്ങളൊന്ന്, ഇന്നി സയ്യിഉൽ ഖുലുഖ്, എൻ്റെ സ്വഭാവം മോശമാണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് തന്നെ തൃപ്തിയില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, താങ്കളെ മോശം സ്വഭാവത്തിലേക്ക് എത്തിക്കുന്നവർ താങ്കളെക്കാൾ മോശമാണ്. താങ്കൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ അതിലേക്ക് എത്തിക്കില്ല. അദ്ദേഹം അവളെ വിവാഹം കഴിച്ചു എന്നാണ്, അവളിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി എന്നാണ്. അപ്പോൾ ഇത്തരം ചരിത്രങ്ങൾ പറയുമ്പോഴൊക്കെ ആളുകളുടെ കാര്യം എപ്പോഴും ആളുകൾ സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടില്ല, എപ്പോഴും വിരലപ്പുറത്തേക്കായിരിക്കും. ഈ ചരിത്രങ്ങളൊക്കെ കേട്ടാൽ ചില ആൾക്കാർ കണ്ടില്ലേ, അവൾ അങ്ങനെ
ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും പറഞ്ഞതിന് ഉപകാരം പോയി. അതിനു വേണ്ടിയല്ല ഇത് പറയുന്നത്. മറ്റുള്ളവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടല്ല, അവനവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടാനാണ് ഇത് പറയുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അവനവൻ്റെ നേർക്ക് പരമാവധി വിരൽ ചൂണ്ട, എങ്കിലും ഇത് പരിഹരിക്കാൻ പറ്റും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. ഇപ്പോൾ സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് അമാനത്താണ്, രണ്ടാമത്തേത് പരസ്പരമുള്ള സ്നേഹവും കാരുണ്യവുമാണ്. മൂന്നാമത്തെ കാര്യം പരസ്പരമുള്ള വിശ്വാസമാണ്. അസ്തിഖ അൽ മുതബാദലതു ബൈനഹുമ, പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിവാഹം കഴിച്ചാൽ നീ വിവാഹം കഴിച്ചത് ആലോചിച്ച് അന്വേഷിച്ച് വിവാഹം കഴിച്ചതാണ്, നല്ല പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. പലരുടെയും വിവാഹ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളിലൊന്ന് പരസ്പരം വിശ്വാസം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. സംശയരോഗം എന്ന് വേറെ അർത്ഥത്തിൽ പറയാം. ഒരു മുസ്ലിമായ ഒരു സ്ത്രീയെക്കുറിച്ച് നിൻ്റെ ധാരണ എന്തായിരിക്കണം? സാധാരണ ഒരു മുസ്ലിമായ സ്ത്രീയെ കുറിച്ച് എന്തായിരിക്കണം നിൻ്റെ ധാരണ? അവൾ മോശക്കാരിയാണെന്ന് ആയിരിക്കണോ? അല്ല, നല്ലവളാണ്, ചാരിത്രം സൂക്ഷിക്കുന്നവളാണ്, വൃത്തിയുള്ളവളാണ്, ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാത്തവളാണ്. ഇതാണൊരു സാധാരണ മുസ്ലിമായ ഒരു സ്ത്രീയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടത്. അപ്പോൾ നിൻ്റെ ഭാര്യയെക്കുറിച്ച് നീ ചിന്തിക്കേണ്ടത് എന്താണ്? നിൻ്റെ ഭർത്താവിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടത് എന്താണ്? അയാൾ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നയാളാണ്, അവൾ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവളാണ്. ഇതാണ് അടിത്തറ, ഇതാണ് അസൽ, ഇതാണ് അടിസ്ഥാനം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ അടിസ്ഥാനം ഇതാണ്. തൻ്റെ ഇണ വിശ്വസ്തയാണ് എന്നതാണ് അടിസ്ഥാനം, അസൽ അതാണ്. അല്ലേ? ഫിഖ്ഹിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഒരു അടിസ്ഥാന നിയമം? വുദൂ ചെയ്തു, വുദൂ ചെയ്തതിന് ശേഷം വുദൂ പോയോ എന്ന് സംശയമുണ്ടായി. അപ്പോൾ നമ്മളെന്താ പറയുക? സംശയം ഉണ്ടായാലും എന്താ പറയുക? വുദൂ പോയെന്ന് സംശയമാണ്, വുദൂ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ എന്താ നമ്മൾ പറയാ? അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി. ഒരു കാര്യം ഉറപ്പുള്ളതാണ് എങ്കിൽ സംശയം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഉറപ്പുള്ള കാര്യം ഉപേക്ഷിക്കാൻ പാടില്ല, അങ്ങനല്ലേ പറയാറുള്ളത്? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വുദൂ ഉണ്ട്, വുദൂ പോയെന്ന് സംശയം ഉണ്ടായാൽ വുദൂ ഉണ്ട്, ഉറപ്പാണ്, സംശയം തിരിഞ്ഞു നോക്കേണ്ടില്ല. ചില ഉലമാക്കൾ പറഞ്ഞതായിരിക്കണം ഈ അടിത്തറ വിവാഹബന്ധത്തിലും പാലിക്കേണ്ടതാണ്. വിവാഹബന്ധത്തിലെ അടിസ്ഥാനം എന്നാൽ എൻ്റെ ഭാര്യ പരിശുദ്ധയാണ് എന്നതാണ്, എൻ്റെ ഭർത്താവ് ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നയാൾ എന്നാണ് അടിസ്ഥാനം. ഇതാണ്. ഇതിനു വിരുദ്ധമാകുന്ന വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണം നിൻ്റെ മുന്നിൽ വന്നെത്താത്തിടത്തോളം സംശയങ്ങളുടെ പിറകിൽ പോരുത്. എത്രയോ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് ഈ സംശയമാണ്. ചില ആൾക്കാർ ഗൾഫിലായിരിക്കും, ഭാര്യ നാട്ടിലാണ്, ഫോണിൽ നോക്കിയാൽ ഓൺലൈൻ എന്ന് കണ്ടു, ഒരു തവണ കണ്ടു, ഖലാസ്. അതോടുകൂടി അവനെ സംബന്ധിച്ചിടത്തോളം മോനെ അതോടുകൂടി അവന് സംശയമായി. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഊഹങ്ങളായി, അതിനുമേൽ ഊഹങ്ങളായി, പിന്നെ ബന്ധം തകരാൻ തുടങ്ങി. ഒരു മുസ്ലിമായ സഹോദരനെ കുറിച്ച് വരെ ഹുസ്നുദ്ദന്നാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്, നല്ല വിചാരം ഉണ്ടാവുക. അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറഞ്ഞായി കാണാം, നിൻ്റെ സഹോദരൻ്റെ അടുത്ത് സംശയകരമായ ഒരു കാര്യം കണ്ടാൽ നീ അവനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. അവൻ എന്തെങ്കിലും ഒരു ഫൽതമിസ് ലഹു ഉദ്റൻ, എന്തെങ്കിലും ഒരു ന്യായം നീ അവന് വേണ്ടി മനസ്സിൽ കരുതുക. ഒരു ന്യായവും നിനക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നീ മനസ്സിൽ പറയുക ലഅല്ല ലഹു ഉദ്റൻ ലാ അരിഫുഹു, എനിക്കറിയാത്ത എന്തെങ്കിലും ഒരു ന്യായം അവനുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക. നിനക്കൊരു ന്യായം കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ സാധാരണ മുസ്ലിം സഹോദരനോട് പാലിക്കേണ്ട മര്യാദയാണ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഇത് എത്രമാത്രം ആവശ്യമുള്ളതാണ്. ഇപ്പോൾ പരസ്പരമുള്ള വിശ്വസ്തത, പരസ്പരമുള്ള വിശ്വാസം എന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടായിരിക്കണം. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം വളരെ പ്രയാസകരമായിരിക്കും, അങ്ങേറ്റം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഈ കല്യാണത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കാറുള്ള അബദ്ധങ്ങളിൽപ്പെട്ടതാണിത്. പൊതുവേ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ ചിലത് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒന്ന്, സംശയമുണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ വിട്ടുനിൽക്കുക. ഒരുത്തൻ അന്യ സ്ത്രീകളോട് സംസാരിക്കുന്നത് ഇങ്ങനെ അതിലൊരു അശ്രദ്ധ കാണിക്കുന്ന ആളാണ്, കണ്ട സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്നു, എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല, നീയാണ് കാരണം ഉണ്ടാക്കി വെച്ചത്. അല്ലെങ്കിൽ ഒരു സ്ത്രീ അന്യ പുരുഷന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നു, അതിൽ യാതൊരു പ്രശ്നവും കാണുന്നില്ല, വരുന്നവരോടൊക്കെ സംസാരിക്കുന്നു, എന്നിട്ട് എല്ലാവരോടും പറയാം എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് സംശയമാണ് എന്ന് പറഞ്ഞാൽ നീയാണ് കാരണം ഉണ്ടാക്കി വെച്ചത്.
ഇഖ്തിലാത്ത്, അതുപോലെ മറ്റുള്ള അന്യപുരുഷന്മാരോടുള്ള സംസാരം, അന്യ സ്ത്രീകളുള്ള സംസാരം, വാട്സപ്പിലും മറ്റുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഒരാവശ്യവുമില്ലാത്ത സ്വകാര്യതകൾ ഭാര്യയോട് കാത്തു സൂക്ഷിക്കാതിരിക്കുക. നിൻ്റെ ഫോണ്, അതിൻ്റെ പാസ്വേഡ് ഒരു കാരണവശാലും ഭാര്യയ്ക്ക് കൊടുക്കില്ല. ഭാര്യൻ്റെ ഫോണ്, അതിൻ്റെ പാസ്വേഡ് ഭർത്താവിന് കൊടുക്കില്ല. ഇത് ഭാര്യയും ഭർത്താവും തമ്മിൽ മറച്ചു വെക്കാവുന്ന എന്ത് കാര്യമാണ് ഫോണിൽ ചെയ്യാനുള്ളത്? വേറുള്ള ആൾക്കാരാണെങ്കിൽ ശരി, അതിലൊരു അർത്ഥം ഉണ്ടെന്ന് വിചാരിക്കാം. ഭാര്യയും ഭർത്താവും തമ്മിൽ മറച്ചു വെക്കാവുന്ന എന്തു സ്വകാര്യതകളാണ് ഒരാൾക്ക് ഫോണിൽ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്? അനാവശ്യമായി കാരണങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. അതല്ലെങ്കിൽ അനാവശ്യമായ അവ്യക്തതകൾ ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ ഭാര്യയുമായി നടന്നു പോവാണ്. അവിടുന്ന് അടുത്തിടെ വിവാഹം കഴിച്ച സൈനബ് ബിൻത് ജഹ്ഷിനോടോ മറ്റോ ഒപ്പമാണ്. അവിടുത്തെ വിവാഹം അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രാത്രിയുടെ സന്ദർഭത്തിലോ രാത്രി ആയപ്പോഴോ അല്ലെങ്കിൽ രാത്രി ആകുന്ന സമയത്തോ ആണ് അവിടുന്ന് ഭാര്യയുമായി നടന്നു പോകുന്നത്. 2 സഹാബിമാർ കുറച്ച് വിട്ടുമാറിയിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഭാര്യ മസ്ജിദിൽ വന്നു, അവിടെ സംസാരിച്ചു. അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഭാര്യയുടെ ഒപ്പം ഇറങ്ങിയതാണ്. അപ്പോൾ 2 സഹാബിമാർ അവിടെ ഇരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നുകൊണ്ട് പറഞ്ഞു, ഇത് ഇന്നയാളാണ്, എൻ്റെ ഭാര്യയാണ്. ഇത് കേട്ടപ്പോൾ സഹാബിമാർ 2 പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അങ്ങയെക്കുറിച്ച് ഞങ്ങൾ സംശയം വിചാരിക്കുക. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞത്, ഇന്ന ശൈത്താന യജ്രി ഇബ്ന ആദമ മജ്റദ്ദ, പിശാച് മനുഷ്യൻ്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുമെന്ന ഹദീസ് അപ്പോഴാണ് പറഞ്ഞത്. അവനവനായി സാഹചര്യം ഒരുക്കാതിരിക്കുക, സംശയിക്കാനുള്ള എല്ലാ വടിയും ഉണ്ടാക്കി വെക്കാതിരിക്കുക. ചില കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തത ഇല്ലാതെ പറയുക, വ്യക്തമാക്കി പറയുക. എന്തിനാണ് അവ്യക്തത വെക്കുന്നത്? ഈ അവ്യക്തതകൾ കുന്നുകൂടി അവസാനം സംശയമാവും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും കാര്യം വ്യക്തമായി പറയാം. വ്യക്തത എപ്പോഴും കാത്തു. ഇപ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ മൊത്തത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നിന്നല്ല, എല്ലാവരും തമ്മിലുള്ള ബന്ധങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അനാവശ്യമായ അവ്യക്തത വെക്കാതിരിക്കുക. ചില ആളുകൾക്ക് അതിലൊരു സന്തോഷമാണ്, വാക്ക് സംസാരിക്കുമ്പോൾ വ്യക്തമായി പറയില്ല, ചിലത് അവിടെ ബാക്കി വെക്കും. എന്തിനാ അങ്ങനെ വെക്കുന്നത്? വ്യക്തമാക്കുക. അതുപോലെ തന്നെ പരസ്പരമുള്ള വിശ്വസ്തത നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ് അനാവശ്യമായ ഗൈറത്ത്, വേണ്ടാത്ത ഗൈറത്ത്. എന്താ വേണ്ടാത്ത ഗൈറത്ത് എന്ന് പറഞ്ഞാൽ, എപ്പോൾ നോക്കിയാൽ ചാരപ്പണിയിലേക്കും പരിശോധനയിലേക്കും നയിച്ചുകൊണ്ടേയിരിക്കുന്ന ഗൈറത്ത്. അത് ആവശ്യമില്ലാത്തതാണ്. എപ്പോൾ ഭാര്യ പുറത്തു പോയി വന്നാൽ അത് തുറന്നു നോക്കുക, ഇത് തുറന്നു നോക്കുക, ഫോണിൽ കുറച്ച് നേരം അപ്പോൾ പോയി എന്താ ഫോണിൽ നോക്കിയത്, ഫോണിൽ വേറെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഭാര്യ സംസാരിക്കുന്ന ആരോടാണ്, ഭാര്യ ആർക്കാണ് മെസ്സേജ് അയക്കുന്നത്. തജസ്സുസ് എന്നത്, ചാരപ്പണി നടത്തുക എന്നത് ഒരാളോട് പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. അത് മൊത്തത്തിൽ പാടില്ല, അടിസ്ഥാനപരമായി ഹറാമാണ്. വളരെ അനിവാര്യമായ സാഹചര്യങ്ങളുണ്ടെങ്കിലല്ലാതെ. ചില ആളുകൾ ഇതിനെന്നായിട്ട് നടക്കും. എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് ഒരാളുടെ അനാവശ്യമായി എത്തി നോക്കിയാൽ സംഭവിക്കുന്ന എന്താണ്? വേറെ ആളുടെ ന്യൂനത ചിലപ്പോൾ നീ അറിയും. എന്താ അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഉപകാരം? ഒരു ഉപകാരമില്ല. അതുകൊണ്ട് ആളുകളുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്നതല്ലാതെ മറ്റുള്ളവരുടെ ന്യൂനത അറിയുന്നതിൽ ഒരു ഉപകാരമില്ല. പരമാവധി ഇത് അറിയാതിരിക്കാൻ ശ്രമിക്കുക. വേറെയുള്ള ആൾക്കാരുടെ കാര്യം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഭാര്യയുടെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് അവളുടെ കൂട്ടുകാരോട് സംസാരിക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ ഇതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ അടിസ്ഥാനം എന്താണ്? അവൾ വിശ്വസ്തയാണ് എന്നതാണ് അടിസ്ഥാനം. അതാണ്. ഒരു സംശയകരമായ സാഹചര്യം നിനക്ക് വ്യക്തമായ കാരണത്തോടെ മുന്നിൽ വന്നാൽ നിനക്ക് ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാം. ഗൈറത്ത് 2 രൂപത്തിലുണ്ട്. ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയോടുള്ള ഈർഷ്യത, അവൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകും. അത് അമിതമായാൽ അപകടമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചില പറഞ്ഞതായി കാണാം, ഗൈറത്ത് മിക്കവാറും അവസാനിക്കാറുള്ളത് തലാഖിലാണ്. അത് അതിരി കവിഞ്ഞാൽ ഗൈറത്ത് മിക്കവാറും അവസാനിക്കാറുള്ളത് തലാഖിലാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് അപകടത്തിലാണ്. ഗൈറത്ത്, നല്ല ഗൈറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഗൈറത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയെ കരുതലോട് കൂടി കാത്തു സൂക്ഷിക്കുക, അവളെ ശ്രദ്ധിക്കുക, അവളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ അവളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായി അടച്ചു വെക്കുക. ഇതാണ് ശരിയായ ഗൈറത്ത്. ഗൈറത്താണ് ഈർഷ്യത. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഈ കാര്യം
പരസ്പരമുള്ള വിശ്വാസം വിവാഹബന്ധത്തിൽ കാത്തുസൂക്ഷിക്കുക എന്നത് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇത് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ വിവാഹബന്ധം വളരെ പ്രയാസകരമായിരിക്കും. പരസ്പരമുള്ള വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ വിവാഹബന്ധം തുടരുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചില ആളുകൾ ഒരു ഹദീസ് കേട്ടിട്ടുണ്ടായിരിക്കും, ഭാര്യയോട് എന്ത് ചെയ്യുക, കളവ് പറയാന്നുള്ള ഹദീസ്. ഭാര്യയോട് കളവ് പറയുക എന്നത്, അല്ലെങ്കിൽ ഭർത്താവിനോട് ചില സമയത്ത് കളവ് പറയാൻ അനുവദിക്കപ്പെട്ട, അതായത് കുടുംബ ബന്ധം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഭാര്യ ചോദിക്കാൻ, എന്നെക്കാൾ ഭംഗിയുള്ളൊരു പെൺകുട്ടി നിങ്ങൾ അറിയാതെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നീ സത്യം പറഞ്ഞാൽ അത് അപകടത്തിലാവും. നിനക്ക് അവിടെ പറയും, ഞാൻ നിന്നെപ്പോലെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിനെ ഇതുവരെ കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ സത്യമായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ സത്യമായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരിക്കലും ഒരാൾ ഞാൻ സത്യമേ പറയൂ എന്ന് പറഞ്ഞ് അവനെൻ്റെ ഭാര്യയോട് നിനക്കാ ഭംഗിയുള്ള എത്രയോ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ബന്ധത്തെ വഷളാക്കി കളയും, അപകടത്തിലാക്കി കളയും. അല്ല ഭർത്താവ് പറയാൻ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ, അത്ര പോരാ, അങ്ങനെ പോരാ എന്ന് പറഞ്ഞാലോ. ഇതാണ് അനുവദിക്കപ്പെട്ട കളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബന്ധം നന്നാക്കാൻ സഹായിക്കുന്ന കളവുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ബന്ധം വഷളാക്കാൻ കാരണമാകുന്ന കളവുകളല്ല. ഇതാകട്ടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അധികരിപ്പിക്കാൻ പാടില്ല. അടിസ്ഥാന ഷെയ്ഖ് അദ്ദേഹം ഒരു ദർശൽ പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധത്തിലെ അടിത്തറ എന്ന് പറഞ്ഞാൽ സത്യമേ പറയാവൂ എന്നതാണ്. സത്യമേ പറയാവൂ എന്നതാണ് അടിത്തറ. പക്ഷേ ബന്ധം വഷളാകുമെന്ന ഒരു സാഹചര്യം, ഒരു സത്യം പറഞ്ഞാൽ, ഒരു എന്താ പറയുക, നിരുപദ്രവകരമായൊരു കാര്യം, അതിൽ നീ ഒരു കളവ് പറയുന്നത് കൊണ്ട് നിൻ്റെ ബന്ധം വഷളാകാതെ പോകുമെങ്കിൽ അവിടെ നിനക്ക് കളവ് പറയാം, അതേ അനുവാദമുള്ളൂ. എൻ്റെ ഉസ്താദ് അതിന് പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും ഇതാണ്. ദുനിയാവിൽ നിന്നെ പോലെ ഭംഗിയുള്ള പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ ഒരാൾ പറഞ്ഞാൽ വസ്തുതാപരമായി നോക്കിയാൽ ചിലപ്പോൾ അത് കളവായിരിക്കും. പക്ഷേ അത് ഭാര്യയോട് പറയാവുന്ന വാക്കുകളൊന്നാണ്, അതൊരിക്കലും ഒരു കളവല്ല. അപ്പോൾ ഈ ഹദീസ്, ചില ആളുകൾ ഈ ഹദീസ് കേട്ടിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ നോക്കിയാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളവ് പറഞ്ഞാൽ പിന്നെ അവൻ്റെ വർത്തമാനത്തിൽ വിശ്വസ്തത ഇല്ലാതെ, തിരിച്ചും അതുപോലെ തന്നെ ഭാര്യയുടെ കാര്യത്തിൽ പിന്നെ അവളുടെ വർത്തമാനത്തിൽ തീരെ വിശ്വസ്തത നഷ്ടപ്പെട്ട അവസ്ഥയിലായി. അതൊരിക്കലും ആ അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നാലാമത്തെ കാര്യം, ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് താവുനു അലൽ ബിർരി വത്തഖ്വ, നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മ രണ്ടാളുകൾ കൂടിയാൽ കൂടുതൽ ചെയ്യാൻ സാധിക്കും. ആളുകൾ കൂടുന്നതിനനുസരിച്ച് നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും കൂടി ചേർന്നാൽ അനേകം നന്മകൾ ചെയ്യാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ ഈ വിഷയത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അവിടുന്ന് പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖദ ഇംറഅതഹു ഫസല്ലത്. അല്ലാഹു ഒരു മനുഷ്യന് കാരുണ്യം ചൊരിയട്ടെ. അയാൾ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നു, എന്നിട്ട് അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. അതിനുശേഷം വഅയ്ഖദ ഇംറഅതഹു ഫസല്ലത്, തൻ്റെ ഭാര്യയെ ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ച് അവളോട് നിസ്കരിക്കാൻ പറഞ്ഞു. അവൾ നിസ്കരിച്ചു. ഫഇൻ അബത് നദഹ ഫീ വജ്ഹിഹൽ മാ, അവൾ എഴുന്നേൽക്കാൻ തയ്യാറായില്ലെങ്കിൽ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. നോക്കൂ, ഇത് ഏത് നിസ്കാരത്തിൻ്റെ കാര്യമാണ്? ഫർദ് നിസ്കാരത്തിൻ്റെ കാര്യമല്ല, പിന്നെ സുന്നത്ത് നിസ്കാരം, രാത്രി നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നദഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്ത് വെള്ളം തളിച്ചു. ഇങ്ങനെ ആക്കുന്നതിനാണ് നദഹ എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കും. ചില ആളുകൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഭാര്യമാരോ മക്കളോ കുറവ് വരുത്തി കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷാമുറകൾ സ്വീകരിക്കും. അയാൾ ചിലപ്പോൾ രാത്രി എണീച്ച് നിസ്കരിക്കുന്നുണ്ടാവും, ഭാര്യ എണീച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര പ്രയാസം. എന്നിട്ട് പോയിട്ട് ചിലപ്പോൾ വെള്ളം കൂടയില്ല, ചിലപ്പോൾ ഒരു ബക്കറ്റിന് വെള്ളം എടുത്തിട്ട് അവളുടെ മുഖത്ത് ആക്കി കളയും. സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഞാൻ വെറുതെ പറയുന്നതല്ല. സുന്നത്തായ കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യിപ്പിക്കുക, അല്ലാതെ നിനക്കൊരു കാര്യത്തിൽ എളുപ്പം കിട്ടി എന്നാൽ പിന്നെ എല്ലാവരും ഇത് ചെയ്തിരിക്കണം, വാജിബ് പോലെ ചെയ്തിരിക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ഇത് പലർക്കും സംഭവിക്കാവുന്നതാണ്. ഒരാൾ മതവിദ്യാർത്ഥിയാണ്, വിവാഹം കഴിച്ചു, അവന് ദീന് പഠിക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാ. അവൻ്റെ ഭാര്യ ദീന് പഠിച്ചിട്ടില്ല.
പഠിക്കാത്തതിന് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോൾ നോക്കിയാലും പ്രശ്നം. ഓക്കെ, ദീനിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാത്തതിനാണെങ്കിൽ അവരോട് ഉപദേശിക്കുന്നത് തെറ്റില്ല. എന്നാൽ ഇവനെപ്പോലെ അവളും പഠിച്ചിരിക്കണം, ഇവൻ ഖുർആൻ ഹാഫിളാണെങ്കിൽ അവളും ഖുർആൻ ഹാഫിളായിരിക്കണം. ഖുർആൻ ഹിഫ്ലാക്കുന്ന സുന്നത്താണ്. എന്നിട്ട് അതിന് പ്രശ്നം ഉണ്ടാക്കുക, അത് ചെയ്യരുത്. ഇവൻ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നു, അവൾ നോമ്പെടുക്കുന്നില്ല സുന്നത്ത്. അല്ലെങ്കിൽ തിരിച്ചു ആവാം. ഇത് ഭാര്യമാർക്ക് സംഭവിക്കാറുണ്ട് ചിലപ്പോൾ. അങ്ങനെ എത്രയോ ബന്ധങ്ങൾ വഷളായ അവസ്ഥകൾ വരെയുണ്ട്. ഭാര്യ ചിലപ്പോൾ സുന്നത്ത് നോമ്പൊക്കെ എടുക്കുന്ന ആളായിരിക്കും, ഭർത്താവ് ചിലപ്പോൾ അത്ര സുന്നത്ത് നോമ്പൊന്നും എടുക്കുന്നുണ്ടാവില്ല. ഇത് ഭയങ്കര ആക്ഷേപമായി പറയും. ഓരോരുത്തർക്കും ഓരോ സുന്നത്തുകളിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പം അതിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതല്ലാതെ, അതുകൊണ്ട് ഞാൻ ഈ ഹദീസിൽ ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അവളുടെ മുഖത്ത് വെള്ളം കുറഞ്ഞു എന്നാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു മർഅതൻ, ഒരു സ്ത്രീയെ അള്ളാഹു അവൾക്ക് കരുണ ചൊരിയട്ടെ. അവൾ രാത്രി ഉറക്കത്തിൽ നിന്നിട്ട് നിസ്കരിക്കുന്നു, എന്നിട്ട് അവളുടെ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുന്നു, ഭർത്താവ് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ വെള്ളം കുടയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായി കാണാം. മറ്റ് ചില ഹദീസുകൾ കാണാം, അങ്ങനെ ഒരാൾ ചെയ്താൽ കുതിബ മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവരാണ് ഇവർ എന്ന് അള്ളാഹു അവരെക്കുറിച്ച് രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെ ചെയ്താൽ ഭർത്താവ് ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹു അപ്രകാരം രേഖപ്പെടുത്തുന്നതാണ്. ഈ വിഷയത്തിൽ പറയാവുന്ന അത്ഭുതകരമായ അനേകം ചരിത്രങ്ങൾ സഹാബത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അനേകം ചരിത്രങ്ങളുണ്ട്. ഞാൻ അത്ഭുതകരമായ ഒരു ചരിത്രം മാത്രം പറയാം. അത് മദീനയിൽ സംഭവിച്ച ചരിത്രമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു മനുഷ്യൻ വന്നു, അതിഥിയായി വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയാണ്, അതിഥിയെ സ്വീകരിക്കണം. അവിടുന്ന് തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വെച്ചു, ഇയാൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഭക്ഷണമുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇദ്ദേഹം എല്ലാ വീട്ടിലും പോയി. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകളുടെ അവസ്ഥയാണത്. എല്ലാ ഭാര്യമാരും പറഞ്ഞു, അവരെല്ലാം പറഞ്ഞു, മാ മഅന ഇല്ലൽ മാ, നമ്മുടെ വീട്ടിൽ വെള്ളമല്ലാതെ വേറൊന്നുമില്ല. എല്ലാ വീട്ടിലും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാരുടെ വീട്ടിലും എല്ലാവരുടെ ഉത്തരവും തന്നെ, മാ മഅന ഇല്ലൽ മാ, വെള്ളമല്ലാതെ മറ്റൊന്നും നബിയെ വീട്ടിലില്ല. അത് ഈ ഹദീസിൽ നിന്ന് ചില പണ്ഡിതന്മാർ സ്വീകരിച്ച മറ്റൊരു പാഠം, അടുക്കള അതിൻ്റെ സുൽത്താൻ ഭാര്യയാണ് എന്നതാണ്. അടുക്കളയുടെ സുൽത്താൻ ആരാണ്? ഭാര്യയാണ്, ഭർത്താവല്ല. അതിൽ അനാവശ്യമായി ഇടപെടരുത്. ഇപ്പോൾ ഇത് വേറെ ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ച് ആളെ പറഞ്ഞേക്കും. അവർ ഭക്ഷണം ഇല്ലയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. നമ്മളാണെങ്കിൽ എന്താ പറയുക, അന്ന് വാങ്ങിച്ച സാധനം എവിടെ, അന്ന് ഞാൻ കൊടുന്നു വെച്ച സാധനം എവിടെ, ഇതാർക്ക് കൊടുത്തു, ഇതെങ്ങനെ തീർന്നുപോയി, അത് അവിടുന്ന് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ലായിരുന്നു ഞാൻ. അപ്പം അടുക്കള അതിൻ്റെ അധികാരം ഭാര്യയ്ക്കാണുള്ളത്. അതിൽ അനാവശ്യമായി ഇടപെടരുത്. വെറുതെ അതിൽ കൂടുതൽ മാത്രമല്ല, ഭക്ഷണ സാധനങ്ങൾ അമിതമായി അതിൻ്റെ എണ്ണമെടുക്കുകയും തൂക്കം വളപ്പിക്കുകയും ചെയ്യുക എന്നാൽ അതിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകുമെന്നാണ് ഹദീസുകൾ അത് വന്നതായി കാണാം. അതങ്ങനെ വിടാം. അള്ളാഹുവാണ് അതിൽ ബറക്കത്ത് നിശ്ചയിക്കുന്നത്. ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഭാര്യമാരും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യദുമ്മ ഹാദാ വയുദീഫ ഹാദാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ മനുഷ്യനെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാൻ സാധിക്കുമോ? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ ഈ മനുഷ്യൻ, ഈ അൻസാരിയായ വ്യക്തി, അദ്ദേഹം ഇയാളെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി ളൈഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയാണ്, അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കണം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മാ ഇൻദനാ ഇല്ലാ ഖൂതു സുബ്യാനിന, കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ വീട്ടിൽ നിന്ന് വേറെ ഭക്ഷണമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹയ്യി തആമക്, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണം ഒരുക്കി വെക്ക്. വഅസ്ബിഹി സിറാജക്, വിളക്ക് കത്തിച്ചു വെക്ക്. വനവ്വിമി സുബ്യാനക്, കുട്ടികളെ ഉറക്കിക്കിടത്ത്. അവർ ഭക്ഷണം ചോദിച്ചു വന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് അവരെ ഉറക്കിക്കിടത്ത്. അങ്ങനെ ആ സ്ത്രീ ഭക്ഷണം ഒരുക്കി. കുട്ടികൾ കരഞ്ഞപ്പോൾ അവരെ എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കി. അതിനുശേഷം ثم قامت كأنها تصلح سراجها فأطفأته, ആ സ്ത്രീ എഴുന്നേറ്റ് വന്ന് വിളക്ക് ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്നത് പോലെ നിന്ന് വിളക്കങ്ങ് കെടുത്തി കളഞ്ഞു. فجعل يريانه أنهما يأكلان,
എന്നിട്ട് അവർ ഭക്ഷണത്തിൻ്റെ ചുറ്റും ഈ അതിഥിയും ഈ മനുഷ്യനിരുന്നു, ഭാര്യ അപ്പുറത്തിരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. അവർ കഴിക്കുന്നില്ല, കാരണം അവർ കഴിച്ചാൽ ഭക്ഷണം അതിഥിക്ക് കൊടുക്കാൻ ഭക്ഷണമല്ല. അയാൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. അവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ കാണിച്ചു. ഫബാത താവിയൈൻ, രണ്ടുപേരും ഒഴിഞ്ഞ വയറുമായാണ് കിടന്നുറങ്ങിയത്. ഫലമ്മ അസ്ബഹ്, അങ്ങനെ നേരം പുലർന്നപ്പോൾ ഗദാ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ളഹിക അല്ലാഹു ലൈലത ഔ അജിബ മിൻ ഫിആലികുമാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ പ്രവർത്തനം കണ്ട് അവൻ അത്ഭുതപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനം കണ്ട് ചിരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവൃത്തിയുടെ ഗൗരവം പറഞ്ഞു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു, ളഹിക അല്ലാഹു മിൻ ഫിഅലിഹിം, നിങ്ങളുടെ പ്രവർത്തനം കണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിച്ചിരിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചെയ്യാവുന്ന ധാരാളം നന്മകളുണ്ട്. അതിഥി സൽക്കാരം അതിൽപ്പെട്ടതാണ്, സഹായിക്കൽ അതിൽപ്പെട്ടതാണ്, ഭക്ഷണം ഒരുക്കി കൊടുക്കൽ അതിൽപ്പെട്ടതാണ്, സദഖ ചെയ്യൽ അതിൽപ്പെട്ടതാണ്. ധാരാളം അവരുടെ ഏറ്റവും നല്ല നന്മകളൊന്നും നല്ല മക്കളെ വളർത്തുക, നന്മകളിൽ സഹകരിക്കുന്നവരാവുക. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നന്മയിൽ പരസ്പരം സഹകരിക്കുക, തിന്മയിൽ പരസ്പരം സഹകരിക്കരുത്. ഭർത്താവ് പറഞ്ഞാൽ തിന്മയിൽ സഹകരിക്കരുത്, ഭാര്യ പറഞ്ഞാൽ തിന്മയിൽ സഹകരിക്കരുത്. ചരിത്രത്തിൽ ഉലമാക്കളുടെ ചരിത്രം എടുത്തു വായിച്ചാൽ ധാരാളം പേരുടെ ചരിത്രങ്ങളിൽ അവരുടെ ഭാര്യമാർ അവരെ സഹായിച്ച ചരിത്രം കാണാം, ധാരാളം ചരിത്രങ്ങൾ കാണാം. അതുകൊണ്ട് പലരും പുസ്തകം എഴുതുമ്പോൾ അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞേക്കണം, എന്നെ ഈ പുസ്തകം സഹായിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് അതിൽ വലിയ പങ്കുണ്ട്. അവർക്കതിന് പ്രതിഫലമുണ്ട്. ദുനിയാവിൽ ആൾക്കാർ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചത് അവരുടെ ഭാര്യമാരുടെ സഹായത്തോടു കൂടിയാണ്. ചില ഉലമാക്കൾ ചിലർ പറഞ്ഞതായി കാണാം, എൻ്റെ രാത്രി ഭക്ഷണം 20 വർഷമായി ഞാൻ എൻ്റെ കൈകൊണ്ട് കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പെങ്ങളാണോ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പെങ്ങളാണ് എനിക്കിത് വാരിത്തരാറുള്ളത്, ഞാൻ ആ സമയത്ത് വായിക്കായിരിക്കും. അദ്ദേഹം വായിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചാൽ പേപ്പർ മറിക്കാൻ പറ്റില്ല, വായിൽ വെച്ച് കൊടുക്കുന്ന ഒരാളാണ്, ആ സമയത്ത് വായിക്കാൻ പറ്റും. 20 വർഷമായി ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഭക്ഷണം എൻ്റെ കൈകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പോൾ നന്മകളിൽ സഹകരിക്കാൻ പല വഴികളുണ്ട്, ധാരാളം. പ്രത്യേകിച്ച് ഭർത്താവിനെ സഹായിക്കുന്ന, ഭാര്യയെ സഹായിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഭാര്യ നല്ല ഭക്ഷണം ഒരുക്കി കഴിഞ്ഞാൽ അവളെ സഹായിക്കുക. അതുപോലെ തന്നെ ഭർത്താവ് ഒരു സാമ്പത്തികമായൊരു സഹായം മറ്റൊരാൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ധൈര്യം പകരാൻ. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമ്പത്തികമായി മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന സമയത്ത് അയാളുടെ ആദ്യത്തെ പ്രയാസങ്ങളൊന്ന് ഭാര്യ അവൾ എന്തു പറയുമെന്നതായിരിക്കും. അവൾ ധൈര്യം നൽകുന്നത് അവന് മുന്നോട്ട് പോകാനുള്ള വലിയ സഹായമായിരിക്കും, അതിൽ അവൾക്കും പങ്കുണ്ടായിരിക്കും. ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ചെയ്തെടുക്കാവുന്ന അനേകം നന്മകളുണ്ട്. അയൽവാസികളുമായി ബന്ധപ്പെട്ട നന്മകളുണ്ട്, അതിഥികളുമായി ബന്ധപ്പെട്ട ധാരാളം നന്മകൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത് ഈ കാര്യത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന കാര്യമാണ്. 5ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും പരസ്പരം ശ്രദ്ധിക്കേണ്ട ബാധ്യതകൾപ്പെട്ടതാണ്. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് തൻ്റെ ഭംഗി കാത്തു സൂക്ഷിക്കുക, ഭർത്താവിന് വേണ്ടി ഭാര്യ ഭംഗി കാത്തു സൂക്ഷിക്കുക. അത് പരസ്പരമുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ്. ഇതിൽ ഭാര്യയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരാണ്, പുറത്ത് ജോലി എടുക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ശ്രദ്ധിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭാര്യയ്ക്കിതിൽ ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭാര്യയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങളിലൊന്നാണ് രാത്രി എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്നത്. ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ആളാണെങ്കിൽ രാത്രി ഭാര്യയോട് മുൻകൂട്ടി അറിയിക്കാതെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി. എന്താ അതിന് കാരണമായി അവിടുന്ന് പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, ഹത്താത്തം തശിത ഷായിസ, മുടി ജട കുത്തിയവൾക്ക് തൻ്റെ മുടിയൊക്കെ ഒന്ന് വാരി വെക്കാനുള്ള സമയം കൊടുക്കണം. അതുപോലെ തന്നെ ഗുഹ്യസ്ഥാനത്തുള്ള വൃത്തിയാക്കാനും മറ്റുമൊക്കെ അവർക്ക് സമയം നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കണം. അതിൽ 2 പാഠങ്ങളുണ്ട്. ഒരു പാഠം എന്താണ്? ഭാര്യയെ ഒരു ഐബോട് കൂടി കാണാൻ നീ ആഗ്രഹിക്കരുത്. ചില ആളുകൾ ഇതൊരു സ്ഥിരം ശൈലിയാക്കുന്നത് കാണാം. വീട്ടിലേക്ക് ഇങ്ങനെ പതുങ്ങി വരാൻ,
പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുക, പിടിച്ചേ എന്ന് പറയാം. ഇത് ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത്. ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യ പറഞ്ഞതായിക്കാണ്, ഇബ്നു മസ്ഊദ് വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം വീട്ടിൻ്റെ പുറത്തെത്തിയാൽ ചുമച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുമായിരുന്നു, അദ്ദേഹം എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി. എന്നെ അദ്ദേഹം അനിഷ്ടകരമായൊരു കാര്യത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നത്. ഇത് നിങ്ങൾ ഇത് ദാമ്പത്യ ബന്ധത്തിൽ നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടോ? കാലങ്ങളോളം നീണ്ടു നിൽക്കാൻ ആഗ്രഹമുണ്ടോ? രണ്ടുപേരും തമ്മിൽ അയ്ബുകൾ കാണാൻ ശ്രമിക്കാതിരിക്കുക. കാരണം മനുഷ്യനാണോ, അയ്ബുണ്ടായിരിക്കും, ന്യൂനതകളുണ്ടായിരിക്കും, കുറവുകളുണ്ടായിരിക്കും. അത് കാണാതിരിക്കാൻ ശ്രമിക്കുക. നീ കണ്ടു കഴിഞ്ഞാൽ ഒരു അയ്ബ്, 2 അയ്ബ്, 3 അയ്ബ്, ഇതിങ്ങനെ കൂടി അവസാനം ഇതൊരു പർവ്വതമാകും. ഇത് പിന്നെ അവസാനം നിനക്ക് സഹിക്കാൻ പറ്റാതാവും. നീ കണ്ടിട്ടില്ലെങ്കിലോ മാഷാ അല്ലാഹ്, നിനക്ക് എപ്പോൾ നോക്കിയാലും അവൾ സുന്ദരിയാണ്. അപ്പോൾ അയ്ബ് കാണാതിരിക്കാൻ ശ്രമിക്കുക. അത് ഞാൻ പറഞ്ഞത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില അയ്ബുകൾ ഉണ്ടായിരിക്കും. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഫോണിൽ നോക്കും, ഇന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഹാനികരം. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ദുനിയാവിൽ ഏറ്റവും വലിയ ഹറാമതാണ് ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ എല്ലാവരും കഴിക്കുന്നൊരു ഭക്ഷണമായിരിക്കും. അപ്പം വീട്ടിൽ ഉത്തരവ് പുറത്തിറക്കും, ഇതിനി ഒരാൾ തിന്നാൻ പാടില്ല. പിന്നെ ഇവൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പണി എന്താണ്? ഇതെങ്ങാനും ഇവർ കഴിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതിലൊക്കെ എത്ര വീടുകൾ സംഭവിക്കുന്നത്, പരാതി പറഞ്ഞ വീടുകൾ വരെയുണ്ട്. ഇതൊരു പരാതിയായി പറഞ്ഞ വീടുകൾ വരെയുണ്ട്. ഇതിങ്ങനൊരു പ്രശ്നമായിട്ട് അവസാനം കൊണ്ടിടക്കരുത്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ വിശാലത കാണിക്കുക, വെറുതെ വേണ്ടാത്ത കടുംപിടുത്തം പിടിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശരി, പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾ വെറുതെ കടുംപിടുത്തം പിടിച്ച് ജീവിതം ബുദ്ധിമുട്ടാക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു പ്രയാസം, ഇവനെ കൊണ്ടൊരു ബുദ്ധിമുട്ട്, ഇവൻ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് പുതിയൊരു വിവരം കിട്ടിയാൽ ആൾക്കാർ കുടുങ്ങി, പിന്നെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ആവാതിരിക്കുക, ആൾക്ക് പ്രയാസമുണ്ടാക്കരുത്, എളുപ്പമാക്കുക. അപ്പം അതിൽപ്പെട്ടതാണിത്, അവരുടെ അയ്ബ് കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ടതാണ് ഭർത്താവിൻ്റെ അയ്ബ് കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി എന്ത് ചെയ്യരുത്, പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരരുത്. എന്താ കാരണം പറഞ്ഞത്? ഭാര്യയ്ക്ക് മുടി ഒതുക്കി വെക്കാനും അതുപോലെ തന്നെ അവൾക്ക് ശരീരം വൃത്തിയാക്കി വെക്കാനും. അപ്പോൾ ഇതെന്തു മനസ്സിലായി? ഭർത്താവ് വരുമ്പോൾ ഒരുങ്ങി നിൽക്കുക എന്നത് ഭാര്യയുടെ ബാധ്യതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പണി കഴിഞ്ഞ് ക്ഷീണിച്ചു വാതിൽ തുറക്കുന്ന സമയത്ത് ഒരു വളരെ മുഷിഞ്ഞ കോലത്തിൽ, കണ്ടാൽ ക്ഷീണം തോന്നിക്കുന്ന അവസ്ഥയിൽ ഭാര്യ നിന്നെ സ്വീകരിക്കുന്നതാണോ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്? അതല്ല, അവൾ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതാണോ? ഏതാണ് സന്തോഷം? ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ദാമ്പത്യ ബന്ധം സുന്ദരമാകണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും, പക്ഷെ അത് ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ സന്തോഷമുള്ളതായിരിക്കും. അതുകൊണ്ട് ആർക്കൊരു പ്രയാസം ഉണ്ടാവും പോകുന്നില്ല. ഒന്നുമില്ല, ഒരു നല്ലൊരു തട്ടം ചിലപ്പോൾ തലയിലെടുത്തിട്ടാൽ വരെ അത് സൗന്ദര്യത്തിൻ്റെ ഭാഗമാകും. അപ്പോൾ ഈ കാര്യം ഇത് ഭർത്താവും ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയും ശ്രദ്ധിക്കേണ്ടത്. ഭർത്താവ് എങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? അയാളുടെ ശരീരം ശ്രദ്ധിച്ചുകൊണ്ടും അയാളുടെ ഭംഗി കാത്തു. ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായിക്കാണ്, അദ്ദേഹം ഓരോ പ്രായത്തിനും ഓരോ ഭംഗിയുണ്ട്, എല്ലാ പ്രായത്തിനും ഭംഗിയല്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയാം, ഓരോ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇത് മാറിമറിയാം. അദ്ദേഹത്തിൻ്റെ കാലത്ത് പറയാണ്, ചെറിയ പ്രായത്തിലുള്ള ആളുകൾ മീശ വളരെ ചെറുതാക്കുക എന്നത് പുരുഷൻ്റെ ഭംഗിയിൽപ്പെട്ടതല്ല. കാരണം എന്താ, അയാൾക്ക് പൊതുവെ താടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ താടിയില്ലാത്തൊരു മനുഷ്യൻ മീശ വളരെ ചെറുതാക്കിയാൽ ചിലപ്പോൾ അത് ഒരു പ്രയാസകരമാണ്. അന്നത്തെ കാലത്ത് ഭംഗിയാണ് കേട്ടോ, ഇന്നത്തെ കാലത്ത് അത് ആയിക്കൊള്ളണമെന്നില്ല, ഓരോ കാലത്തും ഓരോ ഭംഗിയാണ്. പക്ഷെ ആ ഭംഗി അവർ പരിഗണിക്കണമെന്നാണ്, ഭർത്താവ് പരിഗണിക്കണമെന്നാണ്. വയസ്സായ ആൾക്ക് കാത്തു സൂക്ഷിക്കേണ്ട ഭംഗിയായിരിക്കില്ല ചെറുപ്പക്കാരന് വേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ, മോശമായ മണം വരാത്തതിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരില്ല, ആദ്യം പല്ല് തേക്കുമ്പോൾ എന്തുകൊണ്ടാണ് പല്ല് തേക്കുന്നത്? വായയുടെ മണം വരാതിരിക്കാൻ വേണ്ടി. ചില ആളുകൾ വായയുടെ മണം ഭാര്യയുടെ അടുത്ത് തീരെ ശ്രദ്ധിക്കില്ല, അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കില്ല ഭാര്യയാണെങ്കിൽ. വേറെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ പ്രശ്നമായിരിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആളുകളൊന്നും ഇവരാണ്. പ്രത്യേകിച്ച് ഇത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും മറ്റുമൊക്കെ ഇത് പ്രയാസമുണ്ടാക്കും. അപ്പോൾ അത് വായ വൃത്തിയായിരിക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. മുഹമ്മദ് ഇബ്നു ഹനഫിയ റഹിമഹുല്ലാഹ്, അദ്ദേഹം വലിയ ദുനിയാവിനോട് വിരക്തി കാണിച്ചിരുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹമുണ്ട് നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു.
അതുപോലെ തന്നെ ശരീരത്തിലൊന്നാകെ നല്ല വില കൂടിയ അത്തറിൻ്റെ മണം. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇത്ര നിങ്ങളിങ്ങനെയൊക്കെ ദുനിയാവിൽ ഇത്രയും? അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങുന്നതിന് മുൻപ് എൻ്റെ ഭാര്യ എന്നെ പിടിച്ചു നിർത്തി അണിയിപ്പിച്ചതാണിത്. അവളാണ് എൻ്റെ ശരീരത്തിൽ പുരട്ടി തന്നത്. അവർക്ക് ചില കാര്യങ്ങൾ ആഗ്രഹമുണ്ടായിരിക്കും, ഞാനത് തടസ്സം നിൽക്കില്ല. അപ്പോൾ അനുവദിക്കപ്പെട്ട അള്ളാഹു ഹലാലാക്കിയ നിൻ്റെ പൗരുഷത്തിനോ മറ്റോ തടസ്സമല്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ്റെ പൗരുഷത്തെ നഷ്ടപ്പെടുത്തുന്ന കളികളല്ല ഒരു ഭാര്യയുടെ മുൻപിൽ ചെയ്യേണ്ടത്. അത് നിൻ്റെ വിലയില്ലാതാക്കി കളയുന്ന കാര്യമാണ്. സ്ത്രീയുടെ മുൻപിൽ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ യുവാക്കൾ ചിലർ ചെയ്തുകൊണ്ട് ഒരു വിഡ്ഢിയാവുക എന്നാണ്. അങ്ങനെ വിഡ്ഢിയാവരുത്. പുരുഷന് പുരുഷൻ്റേതായ ഭംഗിയുണ്ട്, ആ ഭംഗി കാത്തു സൂക്ഷിക്കുക. അപ്പം അത് ഭർത്താവിൻ്റെ മുൻപിൽ ഭാര്യയെ കാത്തു സൂക്ഷിക്കണം, ഭാര്യയുടെ മുൻപിൽ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാലിച്ചിരിക്കേണ്ട ബാധ്യതകളാണ്. ആറാമത്തെ കാര്യം, ഇത് പ്രധാനപ്പെട്ടതാണ്. ഭാര്യയുടെ ആകട്ടെ ഭർത്താവിൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ അയാളെ സഹായിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഭാര്യയുടെ ലൈംഗികമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭർത്താവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ചിലപ്പോൾ സ്ത്രീകൾ അവരുടെ ലജ്ജ കൊണ്ട് പറഞ്ഞുകൊള്ളണമെന്നില്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഭർത്താവിനോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ള കാര്യമാണ്. ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞേക്കാണ്, ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ഭർത്താവിന് സാധിക്കില്ല, ചികിത്സ പോയിട്ട് ഇറങ്ങുന്നതാണ്. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈംഗിക ബന്ധത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനത് പ്രസംഗത്തിൽ പറയാനുള്ള പ്രയാസകരമാണെന്നതുകൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വിഷയം പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിക്കണം. ഇസ്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, അതിൽ പാടില്ലാത്ത ഹറാമായ രൂപങ്ങൾ എന്താണ്, അത് പഠിച്ചിരിക്കണം. നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണമെന്ന് മാത്രമല്ല, ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഇത് എത്ര തവണ ഉണ്ടായിരിക്കണമെന്ന് വരെ ഉണ്ട്. ആഴ്ചയിൽ എത്ര തവണ ചെയ്തിരിക്കണം എന്നുവരെ ചില കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അവനിത് ചെയ്യാൻ പറ്റുന്നില്ലേ, അവന് ചികിത്സ കാണണം. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ അവൻ ശ്രമിക്കണം. അവനെന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കണം. ഖുർത്തുബി അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരാൾക്ക് ലൈംഗികമായ താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എങ്കിൽ അയാളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്ന ചികിത്സകൾ തേടിയിരിക്കണം എന്നാണ്. കാരണം അത് ഭാര്യയോടുള്ള ബാധ്യതയാണ്. നിൻ്റെ സുഖമോ സുഖമില്ലായ്മയോ അല്ല, ഇത് നിനക്കൊരു ബാധ്യത എന്നത് അപ്പുറത്തുണ്ട്. ഇതേപോലെ തന്നെയാണ് ഭാര്യയുടെ കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നോക്കൂ നിങ്ങൾ, ഈ വിഷയത്തിൽ ഗുരുതരമായ ഹദീസുകൾ കാണാം. إذا دعا الرجل امرأته إلى فراشه فأبت أن تجيء لعنتها الملائكة حتى تصبح. ഭർത്താവ് ഭാര്യയെ തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ വന്നിട്ടില്ലെങ്കിൽ പുലരുന്നതുവരെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ഗുരുതരമായ ശിക്ഷയാണ് നോക്കുന്നത്. ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ചിലപ്പോൾ ഇത് കേട്ടാൽ തോന്നുന്നത് ഇത്ര ഗൗരവം എന്താണ് ഈ വിഷയത്തിന്. പക്ഷേ അള്ളാഹു ഇത് വളരെ ഗുരുതരമായി കണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട്, കിടപ്പറയിൽ ക്ഷണിക്കാന്ന് പറഞ്ഞാൽ കിടക്കാൻ വിളിക്കാന്നല്ല അവിടെ ഉദ്ദേശം, മറിച്ച് ശാരീരിക ബന്ധത്തിന് വിളിക്കാനാണ്. എന്നിട്ട് അവൾ വന്നിട്ടില്ലെങ്കിൽ, അവളതിന് വിസമ്മതിച്ചാൽ മലക്ക് അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ കാന അല്ലദീ ഫിസ്സമാഇ സാഖിതൻ അലൈഹ ഹത്താ യർദഅ അൻഹ. അവൾ അങ്ങനെ വരാതിരുന്നാൽ ആകാശത്തുള്ള റബ്ബ് അവളോട് കോപിഷ്ഠനായിരിക്കും, ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തനാകുന്നത് വരെ. കാരണം ഇത് ഭാര്യ ഇതൊന്ന് വിസമ്മതിച്ച് നിന്ന് കഴിഞ്ഞാൽ ഹറാമായ മറ്റു പല കാര്യങ്ങളിലേക്കും മനുഷ്യനെത്തിപ്പെടാനുള്ള കാരണമായി അത് മാറുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. വിവാഹം കഴിച്ചവർ ശ്രദ്ധിക്കണം. ഇത് പ്രവാസികളാണോ ശ്രദ്ധിച്ചിരിക്കണം. അതിനൊരു വഴി നിങ്ങൾ കണ്ടെത്തണം. എന്താ വഴി? സാധ്യമാകുമെങ്കിൽ മനുഷ്യന്മാർ ചിലർക്ക് ചിലപ്പോൾ സബർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധിച്ചിട്ടും ഒരു എഴുതറുമില്ലാതെ ഒരു ന്യായവുമില്ലാതെ ഭാര്യയെ നാട്ടിലാക്കുക, എന്നിട്ട് ഇവനിവിടെ വന്ന് ജീവിക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. എന്തിനാണ് കല്യാണം കഴിച്ചത്? എന്തിനാണ് നീ കല്യാണം കഴിച്ചത്? നീ കുറേ കാലം ഗൾഫിൽ വന്ന് ജോലിയെടുത്ത് കുറേ പൈസ ഉണ്ടാക്കി, രണ്ടുപേരും അവിടെ താമസിക്കുന്ന, നിനക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഇവിടെ വന്നാൽ പോരെ? കല്യാണം കഴിച്ചത് എന്തിനാണ്? കല്യാണം കഴിച്ചാൽ ഭാര്യയോട് ബാധ്യതയുണ്ട്, ഭർത്താവിനോട് ബാധ്യതയുണ്ട്. ഹറാമായ വഴികളിലേക്ക് പോകരുത്. എന്നിട്ട് ആളുകൾ മോശമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നാട്ടിലാകട്ടെ ഈ വിഷയത്തിൽ വളരെ മോശമായ അവസ്ഥകളുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചാൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾ സമൂഹത്തിലുള്ളവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം.
ഈ അവസ്ഥയിലേക്ക് അവളെ വിട്ടുകൊടുക്കരുത്. അവളെ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ബാധ്യതയാണ്. അത് നിനക്ക് സാധിക്കും, നിൻ്റെ വാജിബ ബാധ്യതയാണത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒപ്പം താമസിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് അവിടുന്ന് ഹദീസിൽ കാണാം, നിങ്ങൾ ദൂതനെ പറഞ്ഞേക്കുക. എന്താണ് ദൂതൻ? അവിടുന്ന് പറയുക ചുംബനമാണ്. എന്നാൽ ഒരാൾ പെട്ടെന്ന് പോയി അവൻ്റെ കാര്യം സാധിക്കുക, തിരിച്ചു വരാം. ഇതാവരുത് ബന്ധമെന്ന് പറഞ്ഞാൽ, ലൈംഗിക ബന്ധമെന്ന് പറഞ്ഞാൽ ഇതുവരെ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങൾക്കൊരു വാപ്പയുടെ സ്ഥാനത്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത്. അതുവരെ അവിടുന്ന് പഠിപ്പിച്ചെന്നുണ്ട്. അവൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി ഖലാസ് പോവുക, വരിക. ഇതല്ല ലൈംഗിക ബന്ധമല്ലോ. അവൾക്ക് തൃപ്തി ഉണ്ടായിരിക്കണം, അവളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത്. ഇതേപോലെ തന്നെ തിരിച്ചും ഒരു വൃത്തിയില്ലാതെ, ഒരു ശരീരം വൃത്തിയാക്കാതെ, ശരീരം ഭംഗിയുള്ള വസ്ത്രം ധരിക്കാതെ, ഒരു ആഗ്രഹം ജനിപ്പിക്കാത്ത രൂപത്തിൽ ഭർത്താവിനോടൊപ്പം കഴിയരുത്. വൃത്തിയിൽ കഴിയുക. അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മേത്ത് മണമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വരാം. എന്താണ് അതിൻ്റെ തടസ്സം? ഇതൊക്കെ ചിലരോട് പറയുമ്പോൾ അതൊക്കെ കല്യാണം കഴിച്ച് 1-2 കൊല്ലമൊക്കെ ഓക്കെ, പിന്നെന്താ? അങ്ങനെ ആവരുത്. അങ്ങനെ നിങ്ങൾ തന്നെ ദാമ്പത്യ ബന്ധത്തെ തകർക്കാനുള്ള വഴികൾ ഒരുക്കി വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉസ്മാൻ ഇബ്നു മദ്ഊനിനെ കണ്ടപ്പോൾ, ഉസ്മാൻ ഇബ്നു മദ്ഊനിൻ്റെ ഭാര്യയെ കണ്ടു. അവരുടെ മുടിയൊക്കെ ജടകുത്തി, അവരാകെ ക്ഷീണിച്ച്, അവരുടെ കോലമൊക്കെ പോയി, പ്രസന്നതയൊക്കെ പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ ആയിഷ മാ അബദ്ദ ഹൈഅത ഖുവൈല, എന്താണ് ഖുവൈലക്ക് പറ്റിയത്? എന്താണ് ഇങ്ങനെ ഖുവൈല ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഉസ്മാൻ്റെ ഭാര്യയാണ്, പക്ഷേ ഉസ്മാൻ ഇബ്നു മദ്ഊനാണ് കേട്ടോ ഉദ്ദേശം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഖലീഫയായിരുന്ന അദ്ദേഹമല്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ, അദ്ദേഹം ഇബാദത്തിന് അറിയപ്പെട്ട സഹാബിയാണ്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, ഇംറഅത്തുൻ ലാ സൗജ ലഹ, അവൾക്കൊരു ഭർത്താവില്ലാത്തതുപോലെയാണ്. ഭർത്താവുണ്ട്, പക്ഷേ യസൂമുൻ നഹാർ, രാവിലെ മുഴുവൻ നോമ്പാണ്, യഖൂമുൽ ലൈൽ, രാത്രി 3 നിസ്കാരമാണ്. ഫഹിയ കമൻ ലാ സൗജ ലഹ, ഒരു ഭർത്താവില്ലാത്തത് പോലെയാണ് അവൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടുന്ന് ചോദിച്ച ചോദ്യം ഇതാണ്, യാ ഉസ്മാൻ അറഗ്ബതൻ അൻ സുന്നതി, ഉസ്മാൻ എൻ്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിക്കുകയാണ്. ഉസ്മാൻ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ, അങ്ങയുടെ സുന്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പണിയെടുക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ നഫ്സിനോട് നിനക്ക് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യത. ഹദീസ് അപ്പോഴാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ അവസാനത്തെ 2 കാര്യങ്ങൾ, ഒന്ന് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. മനുഷ്യനാണ്, അബദ്ധങ്ങൾ പറ്റും, ഭാര്യയ്ക്കും പറ്റും, ഭർത്താവിനും പറ്റും. എല്ലാ ചെറിയ അബദ്ധങ്ങളും പിടിക്കാതിരിക്കുക. എല്ലാ ചെറിയ മിസ്റ്റേക്കുകൾക്കും പിടിക്കാൻ തുടങ്ങിയാൽ ജീവിതം ഒരിക്കലും ഒരു സുഖമുള്ള ജീവിതമായിരിക്കില്ല. മൈൻഡ് ചെയ്യാതെ കൊണ്ട് ചിലർ പറഞ്ഞതായി കാണാം, നിസ്ഫുൽ അഖ്ലി തഗാഫുൽ, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ പകുതിയാണ് കുറച്ചൊക്കെ അവഗണിക്കുക എന്നുള്ളത്. കുറച്ചൊക്കെ അവഗണിക്കുക. മനുഷ്യനാണ്, എല്ലാവർക്കും എല്ലാ മിനിറ്റും CCTV ക്യാമറ വെച്ച പോലെ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനാണ്, അബദ്ധം. ഒരു ഗ്ലാസ് വീണു, ഒരു പ്ലേറ്റ് പൊട്ടി, ഒരു സാധനം കേട് വന്നു, യാ സുബ്ഹാനല്ലാഹ്, ദുനിയാവ് ഒന്നാകെ കീഴ്മേൽ മറിപ്പിക്കുന്ന പ്രശ്നമാക്കരുത്. മനുഷ്യനാണ്, ഇതൊക്കെ പറ്റും. ഇത് ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. കുട്ടികൾ പൊതുവേ പറയും, ഗ്ലാസ് നമ്മളെങ്ങാനും പൊട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി, അത് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയാലോ ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും പറ്റും, ഗ്ലാസ് എല്ലാവരുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടും. അപ്പം എല്ലാ ചെറിയ മിസ്റ്റേക്കുകൾക്കും ഇങ്ങനെ പിടിക്കാൻ തുടങ്ങിയാൽ ജീവിതം ആളുകൾക്ക് മടുത്തു പോകും. വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. കുറേയൊക്കെ അവഗണിക്കാന്ന് പറഞ്ഞാൽ ഹറാം ഹലാലുകളെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് മനുഷ്യന് സംഭവിക്കുന്ന മാനുഷികമായ അബദ്ധങ്ങൾ എല്ലാത്തിനും പിടിക്കാൻ തുടങ്ങിയാൽ ജീവിതം പ്രയാസകരമാണ്. ഈ വിഷയത്തിൽ സലഫുകൾക്ക് ധാരാളം വാക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാവുന്ന പാഠങ്ങൾ അതുവരെയുമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 8ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, ഹിഫ്ദുൽ അസ്റാർ, രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക. രഹസ്യം പുറത്തു പറയരുത്. ഭാര്യയും ഭർത്താവുമാണ് ജീവിതത്തിൽ, അനേകം രഹസ്യങ്ങളുണ്ടാവും. എന്തൊക്കെ സംഭവിച്ചാലും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തമ്മിൽ ബന്ധം അകന്നു എന്ന് വന്നാലും രഹസ്യം പുറത്തു പറയരുത്. രഹസ്യം പുറത്തു പറയരുത്.
രഹസ്യം പറയുന്നതിൽ ഏറ്റവും മോശമായ രഹസ്യം ഏതാണ്? ഒരു ഭാര്യയെക്കുറിച്ച് അവളുടെ രഹസ്യം, അവളുടെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചുള്ള രഹസ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇന്ന മിൻ അശർരി നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, അല്ലാഹുവിൻ്റെ അരികിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശം മനുഷ്യൻ, ഏറ്റവും മോശം സ്ഥാനമുള്ളയാൾ, അർറജുലു യുഫ്ളി ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഭാര്യ ഭർത്താവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നിട്ട് അവളുടെ രഹസ്യം പുറത്തു പറയാം. അത് അത്രയും മോശം കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർ, ചില ആളുകൾ ഇന്നാലില്ല വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ കൂട്ടുകാർക്കിടയിൽ കാണുന്ന വൃത്തികെട്ട സ്വഭാവങ്ങളിലൊന്നാണ് അവനോട് പോയിട്ട് പറയാം, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ. വളരെ മോശമായ കാര്യമാണ്. ഇത് ആളുകൾക്കിടയിൽ നടക്കുന്നതുകൊണ്ട് ഞാനത് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. സഹാബികൾക്കിടയിൽ നടക്കാറുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് സഹാബികൾ ചോദിച്ചു, ലഅല്ല റജുലൻ യഖൂലു മാ യഫഅലു ബി അഹ്ലിഹി വലഅല്ല ഇംറഅതൻ തുഖ്ബിറു ബിമാ ഫഅലത് മഅ സൗജിഹ. നിങ്ങളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാർ തൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ടല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ തൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തെക്കുറിച്ച് മറ്റുള്ള സ്ത്രീകളോട് പറയാറുണ്ടല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ സഹാബികളെല്ലാവരും മിണ്ടാതിരുന്നു. അപ്പോൾ അസ്മാ ബിൻത് യസീദ് അവർ പറയാൻ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഈ വല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹു തന്നെ സത്യം പറയാറുണ്ട്, ഇന്നഹുന്ന ലയഖുൽന വ ഇന്നഹും ലയഫഅലൂൻ, പെണ്ണുങ്ങൾ അങ്ങനെ പറയാറുണ്ട്, പുരുഷന്മാരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫഅലൂ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫഇന്നമാ മിസ്ലു ദാലിക മിസ്ലു ശൈത്താൻ ലഖിയ ശൈത്താനതൻ ഫീ ത്വരീഖിൻ ഫഗശിയഹ വന്നാസു യൻദുറൂൻ. അവരുടെ ഉപമ ഒരു പിശാചിനെ പോലെയാണ്. പിശാച് വഴിയിൽ വെച്ച് മറ്റൊരു സ്ത്രീയായ പിശാചിനെ കണ്ടു, അവർ ജനങ്ങൾ നോക്കി നിൽക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവരുടെ അതേ അവസ്ഥയിലാണ് ഈ മനുഷ്യൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പരസ്പരമുള്ള രഹസ്യങ്ങൾ ഒരു കാരണവശാലും പറയരുത്. മാത്രമല്ല, ഭാര്യയുടെ കാര്യം പൊതുവെ മറച്ചു പിടിക്കുക എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ ഖുർആനിൽ നോക്കൂ, നിങ്ങൾ ആകെ ഒരൊറ്റ സ്ത്രീയുടെ പേര് മാത്രമാണുള്ളത്, മറിയം. ഒരാളുടെ പേരില്ല. ബാക്കിയെല്ലാം ഉള്ളത് എങ്ങനെ? ഇംറഅതു ഫിർഔൻ, ഇംറഅതു നൂഹ്, ഇംറഅതു ലൂത്ത്, എല്ലാം ആണ്ട് പേരുള്ളത്. ലൂത്തിൻ്റെ ഭാര്യ, നൂഹിൻ്റെ ഭാര്യ, ഫിർഔനിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ പിന്നെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് മാത്രമാണുള്ളത്. അതുപോലെ അബൂ ലഹബിൻ്റെ ഭാര്യയെക്കുറിച്ച് അബൂ ലഹബിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, പേര് പറഞ്ഞില്ല. സ്ത്രീകളുടെ പേര് മറച്ചു പിടിക്കുക എന്നത്, മൊത്തത്തിൽ സ്ത്രീകളുടെ കാര്യം മറച്ചു വെക്കുക എന്നത് പഴയ കാലത്തിലെ അറബികളുടെ ശൈലിയാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ്. അപ്പോൾ മറച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ ഒരിക്കലും വിശേഷം ചോദിക്കുമ്പോൾ ഭാര്യയുടെ വിശേഷം ചോദിക്കരുത്. പിന്നെ നിങ്ങൾക്ക് സുഖമാണോ, ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കരുത്. ചില ആളുകൾ അറിയാതെ ചോദിക്കുന്നതായിരിക്കും, പക്ഷെ അത് ചോദിക്കരുത്. ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദ്യം ആവശ്യമില്ലാത്ത ചോദ്യമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഒരു മനുഷ്യൻ്റെ നല്ല ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിൽ നിനക്കൊരു ഉപകാരമില്ലാത്ത ചോദ്യം ഒഴിവാക്കുക അതിൽപ്പെട്ടത് ഭാര്യനെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചോദിക്കേണ്ടി വന്നാൽ തന്നെ, ഇപ്പോൾ വളരെ അടുപ്പമുള്ള ഏതെങ്കിലും ബന്ധങ്ങളുള്ള ഫാമിലി ഫ്രണ്ട്സാണ് എങ്കിൽ വളരെ മയത്തിൽ വളരെ ലളിതമായ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കേണ്ടി വന്നാൽ തന്നെ ഈ ഒരു മറ കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ വിഷയത്തിൽ പാലിക്കേണ്ടത്. ഇതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പാലിക്കേണ്ട മര്യാദകൾ. 8 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അള്ളാഹ് ഇനി ഭാര്യ ഭർത്താവിനോട് പാലിക്കേണ്ടത്, ഭർത്താവ് ഭാര്യയോട് പാലിക്കേണ്ടത്, ഇങ്ങനെ പ്രത്യേകമായി ചിലത് പറയാറുണ്ട്. ഇൻഷാ അള്ളാഹ് മറ്റു ചില ദർശകൾ നമുക്കത് വിവരിക്കാം. താൽക്കാലികമായി ഈ വിഷയം ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഇൻഷാ അള്ളാഹ്. നിസ്കാരം അത് തുടരും. താൽക്കാലികമായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് അഖീദയുടെ ദർസുകൾ കുറച്ചായിട്ട് തീരെയില്ല. ഇൻഷാ അള്ളാഹ് അഖീദയുടെ ഏതെങ്കിലും ഒരു ഭാഗം അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കണമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم
وهذا والله تعالى أعلم بالصواب. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.